السلام عليكم ورحمة الله وبركاته. الحمد لله تمام. الذي أنزل آيات بينات بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا؟ وقفنا أين الدرس وقفنا؟ الثالث الدرس بقي الثالث تمارين. بقية تمارين. صف رقم الثالث والأربعين. طيب، هل تذكرون ما في الدرس؟ هل تذكرون ماذا درستم في الدرس؟ اسم أو ماذا فاعل. تحدثنا في الدرس؟ أو الموضوع الذي درسنا في الدرس، ليس النحو. قرأنا الدرس كاملا. وماذا قرأنا؟ إذا أنتم تذكرون أنا أسألكم السؤال: ماذا أراد الطلاب أن يعرفوا؟ ماذا أراد الطلاب أن أراد يعرفوا؟ الطلاب أن يعرفوا نتيجة الاختبار شهريا. نتيجة الاختبار. الدرس الثالث أنا رابع، الدرس الرابع. وهذا الدرس الثالث ما هذا من جسائر. طيب، أرسب أحد في هذا الفصل؟ أرسب لا أحد لا لم في هذا يرسب. الفصل؟ لا عندنا لم يرسب أحد في هذا الفصل. في هذا الفصل. من الذي قرأ الآية وماذا قال له المدرس؟ هو الذي عارف هو الذي حارس ورمته. അല്ല ആരിഫൻ الذي لശേഷം ഒരു നാമം പറയാൻ പറ്റില്ല. ഇങ്ങനെ الذي കഴിഞ്ഞാൽ വരുന്നതിന് എന്തായിരിക്കും? ഫിഅൽ വരണം. الذي എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ അവൻ ആരിഫൻ ഈ ചെയ്തു, എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു എന്ന് പറയും. ആരിഫൻ هو الذي قرأ ഹാരിസുൻ ഹുവ الذي قرأ. അല്ലെങ്കിൽ ഹാരിസാണ് വായിച്ചത്. ആരിഫൻ. അപ്പൊ ആരിഫുൻ ഹുവ الذي قرأ എന്ന് നമുക്ക് പറയാം. قرأ عارف الآية എന്ന് പറയാം. وقال له المدرس وقال له المدرس إنه قارئ جيد. أنه قارئ جيد. وقال له المدرس أنه قارئ جيد എന്ന് പറയാം. قالക്ക് ശേഷം അല്ല إنه قالക്ക് ശേഷം قل إنما أنا بشر مثلكم. قل إنما أنا بشر مثلكم എന്ന് പറഞ്ഞില്ലേ? അപ്പൊ قالക്ക് ശേഷം എന്താ വരിക? طيب، من الذي أراد أن يخرج من الفصل؟ أسمحت له المدرس بالخروج؟
أراد منصور. أراد منصور أن يخرج من الفصل سمح له المدرس بالخروج. لم يسمع له المدرس. لا لم يسمح. طيب പിന്നീട് കുറെ കാര്യങ്ങൾ പറയാൻ പോവാണ്. സാരിഖ് അസ്സാരിഖു ഇസ്മുൻ യദുല്ലു അലാ മൻ ഖാമ ബിസ്സരിഖത്തി. സാരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇസ്മുൽ ഫാഇൽ പഠിക്കുകയാണ്. ഇസ്മുൽ ഫാഇൽ പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശദീകരണമാണ്. സാരിഖ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു നാമമാണ്. യദുല്ലു അലാ മൻ ഖാമ ബിസ്സരിഖത്തി. ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയാധാതുവാണ്. മോഷണം എന്ന പ്രവൃത്തി ചെയ്തതാരാണോ അവനെ സൂചിപ്പിക്കുന്ന പദമാണ് സാരിഖ് എന്ന്. ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു അറിയിക്കുന്നു. അലാമിൻ കാമ, ഏതൊരുവൻ പ്രവർത്തിച്ചു. കാമ ബി എന്ന് പറഞ്ഞാൽ പെർഫോം. കാമ ബി പെർഫോം, കേട്ടോ. കാമ ബി, കാമന് ശേഷം ബി വന്നാൽ നിർവഹിച്ചു എന്നാണ്. കാമ ബി എന്താണ്? ആരാണോ ആ പണി നിർവഹിച്ചത് അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് സാരിഖ് എന്നത്. വഹുവ മുഷ്തഖുൻ, അതൊരു എന്താണ്? മുഷ്തഖായ രൂപമാണ്. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിന്നും നിഷ്പന്നമായത്, അല്ലെങ്കിൽ അതിൽ നിന്നും രൂപപ്പെട്ടു വന്നത്. മുഷ്തഖുൻ, വേർപെട്ടു വന്നത്. മുഷ്തഖുൻ മിൻ സരിഖ യസ്രിഖു. അപ്പൊ സരിഖ യസ്രിഖു സറഖ യസ്രിഖു എന്നതിൽ നിന്നും വന്നതാണ് ആ ക്രിയ, അല്ല ആ നാമം. സറഖ യസ്രിഖു എന്നാണ്. നമുക്ക് ആ ആയത്ത് ഓർമ്മിച്ച് വെച്ചാൽ ഇതിന്റെ മാളി മുതലേക്ക് ഓർമ്മ വരും. യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു എന്നാണ് സൂറത്ത് യൂസുഫിൽ പറഞ്ഞത്. യസിരിക്ക്. അപ്പൊ യസിരിക്ക് എന്നൊന്നുകൊണ്ട് സറക്ക യസിരിക്ക് ഒന്നാണ് വരിക. ഫഖദ് സറക്ക അഖുൻ ലഹു അതും വന്നിട്ടുണ്ട്. വൈസമ്മ, അപ്പൊ ആ വൈസമ്മ അത് വിളിക്കപ്പെടും. വൈസമ്മ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി കോൾഡ്. യുസമ്മ മജ്ഹൂലായ പ്രയോഗമാണ്. യുസമ്മ അത് വിളിക്കപ്പെടും. ഇസ്മ ഫാഇലിൻ, ഇസ്മ ഫാഇൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇസ്മ ഫാഇൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇസ്മുൽ ഫാഇലി, ഇസ്മുൽ ഫാഇല് ഇസ്മുൻ മസൂഖുൻ, ഇസ്മാണ് മസൂഖുൻ. അത് എന്താണ്? ഒരു ഡിറൈവ്ഡ് ഫോമാണ്. നമ്മൾ നേരത്തെ സോ എന്നൊക്കെ പറഞ്ഞില്ലേ? സുഖം എന്ന് പറഞ്ഞപ്പോ എന്താണ്? സീകത്തുണ്ടാക്കാണ്, രൂപം ഭേദം വരുത്തുക. അതാണ് സാഗ യസൂഖു. അപ്പം മസൂഖുൻ രൂപപ്പെട്ടു വരുന്നതാണ്. ഇസ്മുൻ മസൂഖുൻ അത് രൂപപ്പെട്ടു വരുന്നതാണ്. ലിമാ വഖാ മിൻഹുൽ ഫിഅലു, ഏതെന്നിൽ നിന്നാണോ ഫിഅല് സംഭവിച്ചത്. ലിമാ വഖാ, വഖാ എന്താണ്? വഖാ മിൻഹു അൽ ഫിഅലു, അതിൽ നിന്നും ഫിഅല് സംഭവിച്ചു. അതിൽ നിന്നും എന്ത് സംഭവിച്ചു? പ്രവൃത്തി സംഭവിച്ചു. ഇസ്മുൽ ഫാഇലി നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു തരം ഡെഫിനിഷനാണ്. ആദ്യം പറഞ്ഞ അസ്സാരിഖു ഇസ്മുൻ യദുല്ലു അലാ മൻ ഖാമ ബിസ്സിരിഖത്തി, പ്രവൃത്തി ചെയ്താരാണോ അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് സാരിഖ് എന്നത്. പിന്നീട് പറഞ്ഞു ഇസ്മുൽ ഫാഇലി, ഇസ്മുൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ അതൊരു നാമമാണ്. ഇസ്മുൻ മസൂഖുൻ രൂപപ്പെട്ടു വരുന്നതാണ്, സീകയാക്കപ്പെടുന്നതാണ്. ലിമാ വഖാ മിൻഹുൽ ഫിഅലു, ഏതിൽ നിന്നാണോ ഫിഅല് പ്രവൃത്തി സംഭവിച്ചത് അതിനു വേണ്ടി രൂപപ്പെട്ടു വരുന്ന പദമാണ്. ലിമാ, ഏതിൽ നിന്നാണോ സംഭവിച്ചത് അതിനു വേണ്ടി. വഹുവ അലാ വസിനി ഫാഇലിൻ, അതെന്ത് വസിനിലായിരിക്കും? ഇസ്മുൽ ഫാഇലിന്റെ വസിൻ എന്ന് പറഞ്ഞാൽ ഫാഇൽ എന്നതായിരിക്കും. ഇസ്മുൽ ഫാഇലിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഫാഇലുൻ എന്നാണ്. ഇവിടെ കസ്ർ വരാൻ കാരണം അലാ വസിനി ഫാഇലിൻ എന്നതാണ്. ഫാഇൽ എന്നതിന്റെ രൂപത്തിലാണ് വരിക. അപ്പൊ ഇന്ത്യ വന്നുകൊണ്ടാണ് അവിടെ വസിനി ഫാഇലിൻ എന്ന് വന്നത്. ഫാഇലിൻ എന്ന രൂപത്തിലാണ് ഇസ്മുൽ ഫാഇൽ രൂപപ്പെട്ടു വരുന്നത്. നഹ്വ് ആലിമുൻ ജാഹിലുൻ ജാഹിബുൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഫാത്തിഹുൻ വാരിബുൻ നാസിറുൻ എന്നൊക്കെ പറയും.
അതിപ്പം ഈ പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇസ്മുൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ നേരത്തെ. അണ്ടർസ്റ്റാൻഡ് കൂടെയാണ്. മുഷ്തഖുൻ, അതായത് ഇത് ഈ മുഷ്തഖ് എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ വാക്കാണ്. മുഷ്തഖ് എന്ന് പറഞ്ഞാല് മറ്റൊരു ക്രിയയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന പദത്തിനാണ് മുഷ്തഖ് എന്ന് പറയുന്നത്. നമ്മുടെ സാരിഫ് എന്ന പദത്തിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണ്. അല്ല, അത് അതിന്റെ നിർവചനമാണ്. മുഷ്തഖ് എന്ന് പറഞ്ഞാല് ഗ്രാമറിൽ മുഷ്തഖ് എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? മുഷ്തഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പദത്തിൽ നിന്നും ഒരു ക്രിയയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന പദത്തിനാണ് മുഷ്തഖ് എന്ന് പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് അടിയിട്ടിട്ട് ഈ വാക്കിനെ കുറിച്ച് അടുത്തിരുന്ന ആളോട് സംസാരിച്ചില്ല. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു ഉസ്താദ്. ഞാൻ അടുത്തിരുന്നുള്ളത് മുഷ്തഖ് എന്ന് പറഞ്ഞാൽ ഫെയിലിൽ നിന്നും ഉണ്ടായി വന്നതാണ്. ഉടനെ ചോദിച്ച് എന്താടാ പറഞ്ഞത്, അരങ്ങളാ പറഞ്ഞു. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അപ്പൊ മുഷ്തഖ് എന്ന് പറഞ്ഞാല് അതാണ് ഒരു ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പദം, അതിനാണ് മുഷ്തഖ് എന്ന് പറയുന്നത്. ടെക്നിക്കലി വ്യാകരണത്തിൽ പറയുന്നത്. പിന്നെ ഒരു വാക്ക് എന്താ പറഞ്ഞത്? മസൂഖുൻ എന്ന് പറഞ്ഞു. മസൂഖ് എന്ന് പറഞ്ഞാല് അത് രൂപഭേദം വന്നത് എന്നർത്ഥം. സാഹ രൂപഭേദം സംഭവിച്ചു, യസൂഖു രൂപഭേദം സംഭവിക്കുന്നു, സാഇഖുൻ രൂപഭേദം സംഭവിക്കുന്നത്, മസൂഖുൻ രൂപഭേദം സംഭവിക്കപ്പെട്ടത്. അതും ശരിക്ക് സീഗ എന്ന ഒരു വാക്കുണ്ട്. സീഗ, അത് സീഗ എന്ന് പറഞ്ഞാലും ഒരു ക്രിയയുടെ രൂപഭേദം എന്ന് തന്നെയാണ് അർത്ഥം. അതും ഗ്രാമറിൽ ഉപയോഗിക്കുന്ന സീഗ എന്ന് പറയും. എന്താ പറഞ്ഞ്? ഏതൊരു ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെ, സോ എന്ന അതുപോലെ രൂപമാറ്റം വരുത്തുക എന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ മസൂഖുൻ എന്ന് പറഞ്ഞാൽ രൂപഭേദം വരുത്തപ്പെട്ടത്, രൂപഭേദം വന്നത് എന്നർത്ഥം. ഇനി അതിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും ബാക്കി ഘടന വല്ലതും ഉണ്ടോ? ശാരിഖോ ഇസ്മുൻ യദുല്ലു അലാ മൻ ഖാമ ബിശ്ശരീഅത്തി. എന്താണ്? ലിമാ വഖഅ, അത് മസൂഖുൻ, അത് രൂപപ്പെട്ടു വന്നതാണ്. ലി മാ ഒന്നിനു വേണ്ടി, വഖഅ മിൻഹു അതിൽ നിന്നും സംഭവിച്ചിരിക്കുന്നു. അൽ ഫിഅലു പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ആക്ഷൻ ആണ് കേട്ടോ, ഇവിടെ ക്രിയ എന്നർത്ഥമല്ല. ആക്ഷൻ ഏതൊന്നിൽ നിന്നാണോ വന്നത് അതിനു വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു നാമമാണ് ഇസ്മുൽ ഫാഇൽ. അപ്പൊ ഇസ്മുൽ ഫാഇലിന്റെ നിർവചനമൊക്കെ ചോദിച്ചാൽ എങ്ങനെയായിരുന്നു? ഞാൻ അന്ന് പഠിച്ചു വെച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വളരെ തുച്ഛമായ സമയം മാത്രമേ പ്രോപ്പറായിട്ട് പഠിച്ചുള്ളൂ. ആ പഠിച്ച പഠനം ഒരു പഠനം തന്നെയായിരുന്നു. എല്ലാവരും മലയാളത്തിൽ എഴുതുമ്പോൾ ഞാൻ അറബിയിലെ ഉത്തരം ഇട്ടുള്ളൂ. കാരണം പല പ്രാവശ്യം വായിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ അങ്ങനെയല്ലെന്ന് ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ മസൂഖുൻ ലിമാ വഖഅ മിൻഹുൽ ഫഅൽ. അത് മനസ്സിലായില്ലേ? ലി ഇക്കിന് വേണ്ടി, മാ ഒന്ന്, ലിമാ വഖഅ ഒന്നിനു വേണ്ടി, ലിമാ ഒന്നിനു വേണ്ടി, വഖഅ മിൻഹു അതിൽ നിന്നും സംഭവിച്ചു. ആക്ഷൻ ഏതൊന്നിൽ നിന്നാണോ സംഭവിച്ചത് അതിനു വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു പദമാണ് ഇസ്മുൽ ഫാഇൽ. മനസ്സിലായോ? ഇടയ്ക്ക് എന്തോ ചോദിച്ചു, ഞാൻ കേട്ടില്ല. സംഭവിച്ച യാതൊന്നിനു വേണ്ടി എന്നാണോ ചോദിച്ചത്? ഏതൊന്നിനു വേണ്ടിയാണോ, ഏതൊന്നിൽ നിന്നാണോ സംഭവിച്ചത്. മസൂഖുൻ ലിമാ വഖഅ മിൻഹു എന്ന് പറഞ്ഞത്. ലിമാ, ലി ഇക്കിന് വേണ്ടി, മാ യാതൊന്ന്, വഖഅ സംഭവിച്ചു, മിൻഹു എന്ന് പറഞ്ഞാൽ ഹു ഏതിലേക്കാണ് പോകുന്നത്? മായിലേക്കാണ് പോകുന്നത്. അതായത് സർവനാമം വന്നാൽ ആ സർവനാമം തൊട്ട് മുമ്പുള്ള നാമത്തിലേക്കാണ് മടങ്ങേണ്ടത്. അഥവാ ആ സർവനാമം തൊട്ട് മുമ്പുള്ള നാമത്തെയാണ് സൂചിപ്പിക്കേണ്ടത്. അപ്പൊ മാ എന്നെന്താണ്? ഇസ്മുൽ മൗസൂലയാണ്.
തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു മാ ഉണ്ട്. ആ മായാണ് വഖഅ മിൻഹുൽ അല്ലദീ വഖഅ മിൻഹു. ലിമാ എന്ന് പറഞ്ഞ ഇവിടെ മാ അല്ലദീ അർത്ഥത്തിലുള്ള മായ. വഹുവ അലാ വസ്നി ഫാഇലിൻ. ഒരുപാട് ചിന്തിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ചിന്തിച്ചപ്പോഴാണ് ഇത്രയും കാര്യം എനിക്ക് മനസ്സിലായത്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇത്രയും കാര്യം നമ്മൾ മാ എന്ന് പറഞ്ഞിട്ട് പിന്നെ മിൻഹു ചിന്തിച്ചിട്ടില്ല. അലാ വസ്നി ഫാഇൽ. അത് പാറ്റേൺ എന്ന് പറയുന്നത് മൂന്നക്ഷര ക്രിയയുടെ എല്ലാത്തിന്റെയും പാറ്റേൺ ഫാഇലുൻ എന്നാണ്. മൂന്നക്ഷരങ്ങളുള്ളതും മൂന്നക്ഷരങ്ങളുള്ള എന്ന് നമുക്ക് പറയാം. പിന്നീട് എക്സെപ്ഷൻ കേസുകളാണ് ദുർബലാക്ഷരം വന്നതും അതെല്ലാം നമുക്ക് എന്താ പറഞ്ഞത് VIP എന്ന് പറഞ്ഞില്ലേ, ദുർബലാക്ഷരം വന്നതും ഹംസ വന്നതും അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഷെഡ് വന്നതും അതില് വ്യത്യാസം ഉണ്ടാവും. ബാക്കി മൂന്നക്ഷരമുള്ളതും സഹീഹായ അക്ഷരമുള്ളതുമായ സുരക്ഷ ഷെഡ് മദ് ഹംസ ഇല്ലാത്തതുമായ ക്രിയകൾക്കെല്ലാം ഫാഇലിൻ പാറ്റേണിലാണ് കർത്തൃനാമം വരിക. ഡൂവർ ഓഫ് ദ ആക്ഷൻ വരുന്ന എല്ലാം ഈ പാറ്റേൺ വരും. വേറെ ഒരു ഭാഷയ്ക്ക് നമുക്ക് ഇതേപോലെ പറയാൻ പറ്റില്ല. കണ്ടു, മലയാളത്തിൽ എന്താ കാണുന്നതെന്ന് പറയുന്നത്? ഉണ്ടാങ്ങ് പോയി. കണ്ടു, കാണുന്നവൻ, പോയി, പോകുന്നവൻ, അത് യായങ്ങ് പോയി. അടിച്ചു, അടിക്കുന്നവൻ, ഡാവുൻ. അത് ഡാവുണ്ട്, പക്ഷെ കുന്നവൻ, അത് വേറെ എന്തൊക്കെ പേര് പറയും അങ്ങനെ അക്ഷരം കൂടി വരുന്നത്. അറിഞ്ഞു, അറിവുള്ളവൻ അല്ലെങ്കിൽ അറിഞ്ഞവൻ. നമുക്ക് പൊതുവിൽ ഒരു തത്വം പറയാൻ പറ്റുന്നില്ല മറ്റു ഭാഷകളിൽ. ഇംഗ്ലീഷിനും അങ്ങനെ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് അങ്ങനെ ഒരു ഫോം തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. വർക്ക്, വർക്കർ, ഡു, ഡൺ, ഡുവർ, അങ്ങനെ കുറെ ER ഒക്കെ വരും കുറെ ഫോം. പറഞ്ഞു മനസ്സിലായല്ലോ. അലാ വസ്നി ഫാഇലിൻ നഹ്വ് ആലിമുൻ ജാഹിലുൻ ദാഹിബുൻ. ഇസ്തഖ്രിജ് മിന ദർസി അസ്മാ അൽ ഫാഇലീൻ. അസ്മാ അൽ ഫാഇലീൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഇസ്മുൽ ഫാഇലുകൾ. ഫായിലുകളെ കുറിച്ച്. ഇസ്മു ഫെയിൽ അല്ല കേട്ടോ, ഇസ്മു ഫെയിൽ വേറെ അർത്ഥം. ഇസ്മു ഫായിലുകളെ കുറിച്ച് ഇസ്മുൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ ഡൂവർ ഓഫ് ദ ആക്ഷൻ കണ്ടിട്ടോ? പറയുന്ന പേരാണ് ഇസ്മുൽ ഫാഇൽ. ഇസ്മു ഫെയിൽ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം വരും. നാമവും ക്രിയയും അല്ലാത്ത, നാമവും ക്രിയയും. ഈ പാഠത്തിൽ അവിടെ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പഠിക്കും. നാമത്തിന്റെ ക്രിയയുടെ രൂപത്തിൽ നാമമായിട്ട് വരുന്നതിനാണ് ഇസ്മുൽ ഫെയിൽ എന്ന് പറയുന്നത്. ഇത് ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇലുകളെ കണ്ടെത്തുക. അൽവാരിദത്ത വന്നിട്ടുള്ളതായ, ഫീഹി ദർസിൽ വന്നിട്ടുള്ളതായ. واذكر مع كل واحد منها الفعل الذي اشتق منه. واذكر mention مع كل واحد എല്ലാത്തിനോടൊപ്പം മെൻഷൻ ചെയ്യുക. منها الفعل الذي اشتق منه. ഡിറൈവ്ഡ് ഏതൊരു ഫോമിൽ നിന്നാണോ അത് മുഷ്തഖായി വന്നത്, ആ ഫിഅൽ ഇഷ്തുഖ മിൻഹു ഏതൊന്നിൽ നിന്നാണോ ഡിറൈവായി വന്നത്. അലൻ നഹ്വി താലി as per the following form. താഴെ പറയുന്ന ഇഷ്ടക്കാന്നല്ലേ അതിന്റെ പദം? ഇവിടെ ഇഷ്ടക്ക പിരിഞ്ഞുണ്ടായി, വേർപിരിഞ്ഞുണ്ടായി. ഇവിടെ പിളർന്നു, ഇഷ്ടക്ക പിളർന്നുണ്ടായി, പിളർന്നു. ഇവിടെ ഇഷ്ടന്നല്ലേ വന്നല്ലേ? ഉഷ്തുക്ക എന്ന് പറഞ്ഞപ്പോ എന്തായി? മജ്ഹൂലായി. അപ്പൊ എന്താണ്? അതോടൊപ്പം പരാമർശിക്കുക അൽ ഫിഅല അല്ലദീ ഉസ്തുഖ, അൽ ഫിഅല അല്ലദീ ഉസ്തുഖ മിൻഹു ഏതൊന്നിൽ നിന്നാണോ അത് മുസ്തഖായി വന്നത്. ഉസ്തുഖ എന്ന് പറഞ്ഞാൽ ഉസ്തുഖ ആകപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആയി വന്നു. മലയാളത്തിൽ പറയുമ്പോൾ ആയി വന്നു, മുസ്തഖായി വന്നു. മിൻഹു അതിൽ നിന്നും. അലൻ നഹ്വി താലി. നഹ്വ് എന്ന് പറഞ്ഞാൽ സെയ്മാസ് പോലെ, താഴെ പറയുന്നത് പോലെ. ഇസ്മുൽ ഫാഇൽ സാരിഖുൻ എന്നാണെങ്കിൽ സറഖ യസ്രിഖു എന്ന് അതിന്റെ ഫെയിൽ എഴുതണം. അതുപോലുള്ള ക്രിയകൾ കണ്ടെത്താൻ പറ്റുമോ? റാസിബുൻ. എന്താണ്?
പാഠത്തിൽ ആദ്യം വന്നുള്ള റാസിബുൻ എന്നാണ്. റാക്കിബിന്റെ എന്തായിരിക്കും വരിക? റാസിബുൻ എന്താണ്? റാസിബുൻ ദാഹിബുൻ റാസിബുൻ ദാഹിബിന്റെ ഫെയിൽ എന്താണ്? ദഹബ റസബ എന്ന് പറഞ്ഞാൽ പോരാ, ദഹബ യദ്ഹബ് എന്ന് പറയാം. ദഹബ യദ്ഹബു നമ്മൾ മുമ്പ് ദാഹിബുൻ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, നമ്മൾ ഫെയിൽ പറയുമ്പോൾ എപ്പോഴും അതിന്റെ അപൂർണ ക്രിയയും കൂടി ചേർത്ത് പറയണം. കാരണം അപ്പോൾ നമുക്ക് അതിന്റെ അപൂർണ ക്രിയയും മനസ്സിലാവും. അത് ഏത് ബാബിലുള്ള ആളെന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നതും കെത്തബ അതേപോലെയാണ്. റസബ കെത്തബ യക്തുബു യക്തുബു കാത്തിബുൻ റാസിബുൻ ഇതാണ് റസബ കെത്തബ യക്തു യക്തുബു അല്ല, കാത്തിബുൻ പാഠത്തിലല്ലേ ചോദിച്ചുള്ളത്? ആ പാഠത്തിൽ എന്താണ് പറയുന്നത്? ആദ്യം വന്നുള്ള റസബ യർസുബു റാസിബുൻ ആ റസബേർസു കെത്തബ റാസിബുൻ. യക്തുബു പിന്നെ നജഹ കാത്തിബുൻ നജഹ യൻജഹു നാജിബുൻ നാജിബുൻ റാസിബുൻ ആദ്യം എഴുതേണ്ടത് ഇസ്മുൽ ഫായിലാണ്. കാത്തിബുൻ റാസിബ് കാത്തിബിൻ റാസിബുൻ ഫെയിൽ പറയും. കതബ കെത്തബ യക്തുബു യക്തുബു ദാഹിബുൻ ദാഹിബുൻ പറയും. ദഹബ യദ്ഹബു ദഹബ ആരിഫുൻ അറഫ അറഫ യഅരിഫു യഅരിഫു സാരിഖുൻ സറഖ യസ്രിഖു സറഖ യസ്രിഖു ഖാരിഉൻ ഖറഅ യഖ്റഉ 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 യഖിരിഉ എന്നാണ്. യഖ്റഉ അല്ലല്ല യഖ്റഉ 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 അറഫ ഹാഫിളുൻ ഹഫിള യഹ്ഫളു ആരിഫുൻ ഗാഫിലുൻ. ഖാഫല ഹഫല യഖ്ഫുലു യഅഫുലു ആ യഖബിനെ ഓർമ്മിച്ചിരിക്കാനുള്ള ആയത്തുണ്ട് കേട്ടോ, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. വദ്ദല്ലദീന കഫറു ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും. ആ നിസായില നാസിഖുൻ നസഖ യൻസിഖു യൻസഖു യൻസിഖു അല്ല, യൻസഹു യൻസഹു ينسخ. قال الله تعالى ما ننسخ من آية أو ننسها. فلاي ننسخ എന്ന് പറഞ്ഞപ്പോ നസഖ യൻസഖു. ഉസ്താദെ അതിന്റെ അർത്ഥം വ്യത്യാസമല്ലേ? മായ്ച്ചു കളയുന്നു എന്നുള്ള അർത്ഥത്തില് എല്ലാം ഒരേ പദം തന്നെയാണ്. അതിന് അല്ലെ? പക്ഷെ പ്രയോഗം വ്യത്യാസമുണ്ടല്ലോ. ما ننسخ من آية أو ننسها. ഇവിടെ എന്താണ് നസഖ കോപ്പി എടുത്തു എന്നാണ് അല്ലേ? ആ പ്രതി അത് എടുത്തു. ഉസ്താദെ അതെന്തിലാണ്? ഹദീസിലാണോ ഖുർആനിലാണോ അങ്ങനെ? ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها. എന്താ പോലെ തോന്നുന്നുണ്ട്? ഖുർആൻ കേട്ടാലെങ്കിലും അറിയണ്ടേ? ആയത്തിന്നൊക്കെ പറയുമ്പോ ഖുർആൻ തന്നെയാണെന്നാലും ما ننسخ من آية أو ننسها. അവിടെ അർത്ഥം എന്താ പറയുക അപ്പൊ? അവിടെ നസ്ഖാക്കുക എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതായത് ഇൻവാലിഡ് ആക്കുക. അതാ ഞാൻ ചോദിച്ചത്. ഇല്ലാതെ അതുപോലത്തെ തന്നെയല്ലേ വരുന്നത്? അതുപോലത്തെ ഒന്ന് ആയത്ത് തന്നെയാണത്. വരുന്നല്ലേ? അത് ആ ആയത്തിന് അത് വേറെ തുല്യമായ നിയമം. അത് ബക്കറിൽ നമ്മൾ പഠിച്ചില്ലേ? ആ നാം ഒന്നിനെ ഇൻവാലിഡ് ആക്കുകയോ ഔ നുൻസിഹ മറക്കുകയോ ചെയ്താൽ നഅതി ബിഖൈരിൻ മിൻഹ, അതിനേക്കാൾ ഉത്തമമായതിനെ കൊണ്ടുവരും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ തത്തുല്യമായതിനെങ്കിലും കൊണ്ടുവരും. ആ ആ അങ്ങനെയാണ്. പിന്നെ വാരിദുൻ വറദ ആ അല്ല, വറദ എന്താണ്? യൂരിദു ആണോ? ഉണ്ട്. അതിന്റെ മുമ്പ് ആസിഫ് ഉണ്ട്. അല്ല ആസിഫ് അസഫ, ആസിഫ യഅസഫു അതെ അതിന്റെ മുമ്പത്തെ ആസിഫ. ലൈനില്. ആസിഫ അതെ, യഅസഫു. അത് കഴിഞ്ഞിട്ടാണ് വറദ. വറദ വന്നോ? ആ വറദയ്ക്ക് എന്താ വരിക? മറ്റത് വറദ അർത്ഥം എന്താ? വറദ പറഞ്ഞാൽ വന്നിട്ടുള്ളന്നൊക്കെ അർത്ഥം. വറദ എരിത്. വറദ എരിതു. എരിതു വജദ യജിദു പോലെ. വജദ എരിതു പോലെ. വറദ എരിതു. എരിത് അത് എരിസൂനാണ് ഫിർദൗസാണ്. എരിത്. കാഫിലും കഫല യക്ഫുലു. കഫല യക്ഫുലു. വേറെ പിന്നെ സാബിഖുൻ സാദിഖുൻ. എന്താണ്? സബഖ യസ്ബിഖു. ആ വേറെ പിന്നെ സാമിഉൻ. സാമിഉൻ.
ആ അപ്പൊ എന്താണ് സമായ സമയ സമായാണോ പഠിച്ചത്? അണ്ടർസ്റ്റാൻഡ് അല്ല ഒക്കെ സോറി പഠിക്കുന്നത് സമ പറഞ്ഞാൽ അല്ല ഞാൻ സമയ ഇപ്പുറത്തെ സമഹ കണ്ടു അതുകൊണ്ട് അങ്ങനെ വന്നതാ. സമഹ സമയ ഉണ്ടല്ലോ. സെമിയ അല്ല സമയ സമഹ സെമിയ അല്ല അതിന് മുമ്പേ സമഹ വന്നിട്ടുണ്ട് അപ്പൊ അത് ഓർത്തതാ. ആയിക്കോട്ടെ. അടുത്തത് സമഹ എന്നില്ലല്ലോ. അങ്ങനെ പല ക്രിയകളുണ്ട്. ക്രിയകളുടെ ടേബിൾ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുക. അതെ കേട്ടോ. അത് പഠിപ്പിക്കുന്നവർ പറയുന്നതിന് സിലബസിൽ പറയുന്നതിന് പിന്നെ എന്തെങ്കിലും ഫാഹിമുണ്ട് ലാസ്റ്റ് ലൈൻ. ലക്ഷ്യമുണ്ടാവും. ലക്ഷ്യമുണ്ടാവും. ആ ഫഹിമ ലക്ഷ്യം അനുസരിച്ച് ഫാഹിമുൻ സാമ്യൻ ഫഹിമ യഫ്ഹമു സാമ്യൻ ആ രീതി. സമയ കഴിഞ്ഞിട്ട് ഫാഹിമുൻ സാമിയുടെ അർത്ഥം എന്താ? സാമിഹ് എന്ന് പറഞ്ഞ അനുവാദം എന്നാണ്. സാമിഹൻ അല്ല, സാമിഉൻ. സാമിഹ് കേൾക്കുന്നവൻ. കേൾക്കുന്നവൻ. അത് മലയാളത്തിൽ എന്ത് പറയും? സാമിഹുനാണ് ഉസ്താദെ. സമഹ ഇല്ലേ? സമഹ ഓക്കെ, അത് അനുവദിക്കുക. അത് പോയി. വേറെ. നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ കേട്ട് കണ്ടത് പക്ഷെ സമ്മതിച്ചു. എനിക്ക് അതൊന്ന് ഞാൻ പറഞ്ഞു ചോദിച്ചു തന്നാ മതി. സാമിഉൻ. അതിന് പറയും സാമിഉന്റെ അർത്ഥം പറയും. സാമിഹ് കേൾക്കുന്നവൻ. കേൾക്കുന്നവൻ. മലയാളത്തിൽ എന്ത് പറയാ അയാൾക്ക്? കേൾക്കുന്നവർക്ക് കേൾക്കുന്നവന് അയാൾ പറയുന്ന പേരാണ് സാമി. അങ്ങനെ ചിരിക്കാൻ പറയും. പറഞ്ഞല്ല, അശരീരി കേൾക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് സാമി. അയ്യോ നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് മുൻകാലങ്ങളിൽ ഇതെല്ലാം എന്താണ് ഈ എന്താണ് പറയാ, മതപരമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും പരമ്പരാഗതമായി വന്നതാണ്. അങ്ങനെയാണ് സാമി വന്നത്. പിന്നെ പിന്നീട് അങ്ങനെ പല പദങ്ങളും പിന്നീട് എന്ത് ചെയ്തു, അതിന്റെ പ്രയോഗത്തിലുള്ള വേറൊരു പ്രയോഗമായി മാറി. പിന്നീട് നമുക്ക് അയാളെ കൊണ്ട് വേറെ പണി ചെയ്യിപ്പിക്കും. എന്നിട്ട് പിന്നെ അയാളെ വേറൊരു പണിയായി മാറും. ഇപ്പൊ ലബ്ബ ഉണ്ട്, ലബ്ബ അതുപോലുള്ള സംഭവം ഉണ്ടല്ലോ. ലബ്ബ എങ്ങനെ വന്നത്? മുമ്പ് രാജാക്കന്മാരൊക്കെ വിളിക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നല്ലോ, അറബികൾ വിളിക്കുമ്പോഴത്തേക്ക് ലബ്ബൈക്ക് എന്ന് പറയും. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരവ്, അടിയനിതാ ഇവിടെ ഉണ്ട് എന്നാണ് ലബ്ബൈക്ക്. ഞാനിതാ മറുപടി പറഞ്ഞിരിക്കുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഉണ്ടല്ലോ. ആ ലബ്ബൈക്ക് എന്നാണ് ലബ്ബ എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നത്. പിന്നെ അവരെന്തായി, അതൊരു കുടുംബമായി മാറി. പിന്നെ അവർക്ക് എന്തോ ശ്രേഷ്ഠത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ലബ്ബ എന്നാണ് അയാളുടെ പേര്. എല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടി ലബ്ബ ലബ്ബ എന്ന് വിളിക്കുന്നു. ആൾക്ക് യാസീൻ ഓതാൻ പോലും അറിയില്ല. പരമ്പരാഗതമായ രീതിയിൽ യാസീൻ ഓതാനെങ്കിലും അറിയണ്ടേ അയാൾക്ക്? അതറിയില്ല. അപ്പൊ ലബ്ബ ഫാമിലി ആയതുകൊണ്ട് അയാൾ ലബ്ബ എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ അവസാനം ഈ വാക്കുകൾ അശരീരി കേൾക്കുന്ന ആൾക്കാണ് യഥാർത്ഥത്തിൽ സാമി എന്ന് പേര് വന്നത്. പിന്നീടാണ് അയാള് അതിനെ അർത്ഥലോകത്തിലോ അല്ലെങ്കിൽ വ്യത്യസ്ത അർത്ഥത്തിലേക്കൊക്കെ പോയത്. എന്തായിക്കോട്ടെ, അതിലേക്ക് പോകും. ചില സംഗതികൾ ഓർമ്മിച്ചേക്കാൻ നമുക്ക് ക്ലൂ തന്നു പറയാമെന്നേ ഉള്ളൂ. ഇവിടെ സുഖ് അസ്മാ അൽ ഫാഇലീൻ, സുഖ് അസ്മാ അൽ ഫാഇലീൻ മിനൽ അഫ്ആലിൽ ആതിയ. അപ്പൊ സുഖ് എന്ന വാക്കൊന്നല്ല, സാഗ യസൂഖു, സുഖ് അതുണ്ടാക്കൂ എന്ന്, രൂപം ഉണ്ടാക്കൂ. അസ്മാ അൽ ഫാഇലീൻ ഇസ്മ ഫാഇലുകളുടെ രൂപം ഉണ്ടാക്കൂ. മിനൽ അഫ്ആലിൽ ആതിയ തുടർന്ന് വരുന്ന ക്രിയകളിൽ നിന്ന്. ഖത്തല യഖ്തുലു, അലിമ യഅലമു, ആലിമുൻ. ജഹില യജ്ഹലു, സജദ യസ്ജുദു, റക യർകഉ, എന്താണ് റകിബ യർകബു. ഹദമ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്നാണ് അർത്ഥം. ഹദമ എന്താ അർത്ഥം? സേവനം ചെയ്തു. ഖാദിം അറിഞ്ഞില്ലേ? ഖാദിമ് ഖദ്ദാമയൊക്കെ ഇല്ലേ? ഖാദിമ് സെർവന്റ്, ഖദ്ദാമ എന്ന് പറഞ്ഞാല് ഫീമെയിൽ സെർവന്റ്. ഖാദിമത്ത് എന്നതിന്റെ ഇന്റൻസീവ് ഫോമാണ് ഖദ്ദാമ എന്നത്. നമ്മുടെ ഉമ്മാൽ എന്ന് പറയുന്നത് പോലെ, ആമില് ഉമ്മാൽ എന്ന് പറയുമ്പോൾ ലേബർ എന്ന അർത്ഥമായി മാറുന്ന പോലെയാണ് ഖാദിമിനെ ഖദ്ദാമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജോലിക്കാരി എന്ന അർത്ഥമായി മാറുന്നു. മറ്റെന്താണ്? ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്ന് പറയും. അൽ മലിക് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ആൽ സഊദ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. അപ്പൊ എന്താ ഖാദിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
വേലക്കാരി. ഖാദിമും വേലക്കാരി. വേലക്കാരനല്ല. ഖാദിമുൽ ഹറമൈനി ഷരീഫൈനി എന്ന് പറഞ്ഞാൽ ഈ ഇരു ഹറമുകളുടെയും സേവകൻ. ആ ആ ആ. ഇരു ഹറമുകളുടെയും സേവകനാണ് രാജാവ് അവിടുത്തെ സൗദി അറേബ്യയിലെ. ഫഹദ് രാജാവ് ആ പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത്, രാജാവ് എന്നുള്ളതിലുപരി. ഖാദിമുൽ ഹറമൈനി അദ്ദേഹം അതിൽ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദീർഘകാലം ഭരിച്ച ഒരു ആളാണ്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ ജമാൽ മലിക് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ് ഉള്ളത്. അദ്ദേഹത്തിന്റെ കാലത്താണ് പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇറക്കാവൂ. റക്കീബ ഇറക്കബു. റാക്കിബുൻ. അപ്പൊ അങ്ങനെയാണ് റാക്കിബ് ഒന്നെന്ന് മനസ്സിലായല്ലോ. റക്കീബയുടെ അർത്ഥം എന്താണ്? റക്കിബു ഫിൽ ഫുൽക്കി. റക്കിബു ഫിൽ ഫുൽക്കി, നിങ്ങൾ കപ്പലിൽ കയറിയാൽ. ജലസേജിലിസു ജാലിസുൻ. ഹദമ യഖ്ദിമു പറഞ്ഞായിരുന്നു. ഷഹിദ യഷ്ഹദു. ഷാഹിദുൻ. കരിഹ യക്റഹു. കാരിഹുൻ. എന്താ അർത്ഥം? വെറുത്തു. വെറുത്തു. വെറുക്കുന്നവൻ. കാരിഹുൻ. കാരിഹൻ വെറുപ്പുള്ളവൻ. സഅല യസ്അലു. സായിലുൻ. സായിലുൻ. അപ്പൊ ഇവിടെ ഹംസുള്ള പദമാണ്. ആ ഒരു രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സഅല യസ്അലു സായിലുൻ. ബറഅ യബ്റഉ. ബാരിഉൻ. ബാരിഉൻ. അക്കല യഅകുലു. ബാരി എന്താണ്? ഖാലിഖൻ. അതെ, അതായത് ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചു. ബാരി. ഖാലിഖിനേക്കാളും കുറച്ചുകൂടെ ഇന്റൻസീവ് ഉള്ള രൂപമാണ് ബാരി. അക്കല യഅകുലു. ആക്കിലുൻ. അവിടെയും ഫാൽ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അമറ യഅ്മുറു. ആമിറുൻ. ഹർഫ് മദ് വരുമ്പോഴത്തേക്കാണ് വ്യത്യാസം വരുന്നത്. അയ്യൽ അസ്മാഅൽ ഫാഇലീൻ ഫീമാ യലി. തുറന്നു വരുന്നതിൽ ഇസ്മുൽ ഫാഇൽ എന്ത് ചെയ്യുക? പോയിന്റ് ഔട്ട് ചെയ്യുക. അയ്യൻ മനസ്സിലായല്ലോ, പോയിന്റ് ഔട്ട് ചെയ്യുക. من قاتل علي رضي الله عنه؟ ما هي اسم الفاعل؟ قاتل. لا تنهر السائل. سائل. لا تنهر السائل എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നെ ചോദ്യത്തെ അവഗണിക്കരുത്. ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത്. وأما السائل فلا تنهر. لديك شاهد على ما تقول؟ شاهد. هو مجوسي أي عابد نار. عابد. ذلك الرجل الجالس أمام المحراب عالم كبير من أفغانستان. جالس عالم. ألاعب كرة القدم أنت؟ لاعب. ظن العاقل خير من يقين الجاهل. മനസ്സിലായോ എന്താണെന്ന്? ബുദ്ധിയുള്ളവന്റെ അറിവില്ലാത്തവന്റെ ഉറപ്പിനേക്കാൾ ഹൈറാണ് ബുദ്ധിയുള്ളവന്റെ ഊഹം. അതെ. فعلت ذلك وأنا كاره له. كاره. فاتح الأندلس طارق بن زياد. طارق بن زياد എന്ന് പറഞ്ഞ പേരാണ്. തുറക്കുവിന്റെ ഇസ്മു ഫായിലായിട്ട് വേണമെങ്കിൽ അത് വരാം. അന്തലുസി എന്ന് പറഞ്ഞാൽ സ്പെയിനാണ്. അന്തലുസ് സ്പെയിൻ. എന്താണ്? സ്പെയിൻ. ആ.
അപ്പൊ നസഹ എന്നതിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മാ നുൻസഹ മിൻ ആയത്തിൻ ഔ നുൻസിഹ എന്ന് പറയുന്നത് അൽ മഅനൽ ലുഗവി, അതിന്റെ ഭാഷാപരമായ അർത്ഥം. ഈ ChatGPT നോക്കിയാണ് ഞാൻ പറയുന്നത്. ചില സമയത്ത് ChatGPT ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ പറയും. ഞാനിന്ന് ഒരു ആയത്തിന്റെ അർത്ഥം നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ തെറ്റുകളാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഏത് ടെക്നോളജി ആണെങ്കിലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്ക് അതിനെ കുറിച്ചുള്ള അറിവ് വേണം. അപ്പൊ ഇവിടെ മാനൽ ലോകവി പറഞ്ഞിരിക്കുന്നത് നസഹ ഷൈഅ, നസഹ ഷൈഅ എന്ന് പറഞ്ഞാൽ ഒന്നിനെ നസഹാക്കി എന്ന് പറഞ്ഞാൽ അസാലഹു വ ഗയ്യറഹു എന്നാണ്. അസാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീക്കി. വ ഗയ്യറഹു, അതിനെ മാറ്റിമറിച്ചു എന്നാണ്. ആ അർത്ഥത്തിലാണ് മാനൽ സഹമിനായത്തിന്റെ എന്ന് പറയുന്നത് ആയത്. ഔ രണ്ടാമതൊരു അർത്ഥമുള്ളത് ഔ നഖലഹു കമാഹുവ, അല്ലെങ്കിൽ അതിന്റെ വേറെ അർത്ഥം നഖലഹു, അതിനെ മാറ്റി, കമാഹുവ, അതുണ്ടായിരുന്നത് പോലെ വേറൊരു രൂപം ഉണ്ടാക്കിയത്. പകർപ്പെടുക്കുക. മിസൽ മസൽ, അതിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നസഹൽ കിതാബ എന്ന് പറഞ്ഞാല് നഖല, നഖല നസ്സഹു, അതിന്റെ ഒറിജിനൽ നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ കണ്ടന്റ്, ഉള്ളടക്കത്തിന് മാറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു കോപ്പി ഉണ്ടാക്കി എന്നാണ്. നസഹൽ കിതാബ. നസഖ്തു ഷംസ അല്ലില്ല എന്ന് പറഞ്ഞാൽ അജാലത്തുഹു. മാന ശർഈ വേറെയുണ്ട്, പിന്നെ ഖുർആനി വൽ ഫിഖ്ഹി, ഖുർആനിലും ഫിഖ്ഹിലും വേറെ അർത്ഥമുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ഹുവ റഫ്ഉ ഹുക്മിൻ ശർഈൻ ബദീലിൻ ശർഈൻ ജാഅ ബഅദഹു, ശേഷം വരുന്ന നിയമം നേരത്തെ വരുന്ന നിയമത്തെ എന്ത് ചെയ്തു, ലാപ്സാക്കി എന്നതാണ് ശർഈൽ അതിന്റെ നിയമം. ശർഈ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ. فعلت ذلك وانا كاره له فاتح الاندلسي تاريخ بن زياد عن انس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم ياتي على الناس زمان الصابر فيهم على دينه كالقابض على الجمل رواه الترمذي. ഹദീസ് വായിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അത് ശരിയായ ഘടനയിൽ വായിക്കണം. അൻ അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്താ പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞ ഖാല എന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അല الناس زمان, എന്താ അർത്ഥം? ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു കാലം വരും. കാലം അത് വരും. ഒരുപാട് ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യഅതി അല الناس زمان, ജനങ്ങൾക്ക് ഒരു കാലം വരും. അസ്സാബിറു ഫീഹിം, അന്ന് സഹനശീലൻ, അലാ ദീനിഹി, ദീനിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്നർത്ഥം കേട്ടോ. ദീനിന്റെ ക്ഷമാലൊന്നുമല്ല, ദീനിൽ ഉറച്ചു നിൽക്കുന്നവൻ. ഉറച്ചു നിൽക്കുന്നു. അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംരി, ജംറ എന്താ? തീക്കനൽ. തീക്കനലിൽ പിടിച്ചവരെ പോലെയാണ് ഖബിള്, ഖബിള, ഖാബിള്. കബലല്ലേ ഉസ്താദേ? ഖബള യഖ്ബദു, യഖ്ബിദു, കബല യഖ്ബിലു. യഖ്ബിദു, ഖബള. ഖബളതു ഖബളതൻ മിൻ അസരി റസൂലി, കേട്ടാ. അർത്ഥം എന്താണാവുക? ഞാൻ ആലോചിക്കുന്ന ആയത്തിൽ എന്തുണ്ടെന്നുള്ളതാണ്. അവിടെ നിന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. അർത്ഥം എന്താ ഒരു സ്ഥലം കബല? അല്ലാഹു യഖ്ബിദു വയബ്സുതു. അപ്പൊ ഖബള യഖ്ബിദു, ഖബള എന്താണ്? പിടിച്ചു. അല്ല പിന്നെ എന്തിനോട് തീക്കനൽ പിടിച്ചവനെ പോലെയാണെന്ന്. അത് ഞാൻ പേരാണ് ദീനിൽ ഉറച്ചു നിൽക്കുന്നവൻ തീക്കനൽ പിടിച്ചവനെ പോലെയാണ്. അല്ലൽ ജംറ. ദീനിൽ നമുക്ക് ശരിയായ നിലയിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. ജംറയാണ് തീക്കനൽ. അതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ജംറ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരുന്നു നമ്മുടെ വിഷയം? ഇസ്മുൽ ഫാഇലിനെ കണ്ടെത്തണം. അല്ല ഇവിടെ എന്താണ്?
റമാന സാബിർ ജമാൻ എന്ന് അറിയപ്പെട്ടല്ല. റമാൻ കാലം. ജമാൻ എന്ന് പറഞ്ഞ കാലം. ഇവിടെ ടൈം. സാബിറും കാബിലുമാണുള്ളത്. ഉം. قال تعالى يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. പുറത്ത് കടക്കാൻ ശ്രമിച്ചാലും അതെ, നമുക്ക് ഇസ്മുൽ ഫാൽ ആദ്യം പറയും. ഖാരിജീൻ. അത് ഖാരിജീൻ. ഖാരിജീൻ. അപ്പൊ ഖാരിജിന്റെ ബഹുവചനമാണ് ഖാരിജൂൻ. ബി വന്നുകൊണ്ട് ഖാരിജീൻ എന്നായി. يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. മജൂസി എന്ന് പറഞ്ഞ അഗ്നി ആരാധകനാണ്. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. ഉം. ആബിദ് എന്തായിരുന്നു പറഞ്ഞത്? ആബിദ് നാരിൻ. അങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. ഹുവ മജൂസിയുൻ. അവൻ മജൂസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ. ദാറ്റ് മീൻസ് ഐ. ഐ അറിയാലോ. ദാറ്റ് മീൻസ് ഐ. ആബിദു നാരിൻ. ആബിദു നാരിൻ, തീയെ ആരാധിക്കുന്നവൻ എന്നർത്ഥം. فعلت ذلك عن അവരുടെ تعالى. അപ്പൊ ആയത്തിന്റെ അർത്ഥം എന്താ? قال تعالى يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. അവരുദ്ദേശിക്കുന്നു പുറത്ത് കടക്കാൻ തീയിൽ നിന്നും തീയിൽ ഉദ്ദേശിച്ചാലും നിന്ന് പുറത്ത് മാഹുംബി കടക്കാൻ. ഖാരിജീൻ തീയിൽ നിന്നല്ല, ഇവിടെ അന്നാറാണ് കേട്ടോ. അന്നാറാണ്. നരകത്തിൽ നിന്ന്. നരകത്തിൽ നിന്ന്. വമാഹും ബിഹാരിജീൻ, അവർ പുറത്ത് കടക്കുന്നവരല്ല തന്നെ. മിൻഹ, അതിൽ നിന്ന്. അതെ. വലഹും അദാബും മുഖീം, അവർക്ക് എന്ത് ശിക്ഷയുണ്ട്? ഉറപ്പായ ശിക്ഷയുണ്ട് എന്നല്ലവരെ. മുഖീം എന്താണ്? അഖാമ യുഖീമു. നിലനിൽക്കുന്ന ശിക്ഷ. നിലനിൽക്കുന്ന. അവിടെ ഖാലിദീന എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം വരിക അതുപോലല്ലേ വരിക? എന്താണ്? അപ്പൊ അങ്ങനെയാകുമ്പോ ഖാലിദീന, ഖാലിദ് എന്നുള്ള അർത്ഥം വരും. ഖാലിദ് എന്ന് പറഞ്ഞതുപോലെയാണ് അർത്ഥം. അവർക്ക് നീണ്ടു നിൽക്കുന്ന ശിക്ഷയുണ്ട്. അവർക്ക് നീണ്ടു നിൽക്കുന്ന ശിക്ഷയുണ്ട്. അക്കാമ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരതാമസമായി. അപ്പോ അക്കാമയൊക്കെ അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ട്. നമ്മൾ ഖാലിദിനെ പോലെ അർത്ഥം പറഞ്ഞാൽ ഈ രണ്ട് വാക്കും നമ്മൾ അർത്ഥം വ്യത്യാസം എന്താ കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ പരസ്പരം ഇടകലർന്നു. അതിന് പേരാണ് ഓരോ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മുക്കീം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് ശാശ്വതമാണെന്ന് പറഞ്ഞു വെക്കാം. നിങ്ങൾ ഉടനെ മുക്കീം ശാശ്വതമാണെന്ന് എഴുതി. പക്ഷെ അക്കാമ പഠിച്ചാലേ ശരിക്കും മുക്കീം ആവുള്ളൂ. അതിനെ പഠിക്കണ്ടേ? ഒന്നറിയണ്ടേ? ഇനി ഇസ്മുൽ മഫ്ഊൽ, ഇസ്മുൽ ഫാഇൽ നേരത്തെ പറഞ്ഞു. ഇസ്മുൽ മഫ്ഊൽ അൽ-ഖാമിസ് മസ്റൂഖുൻ. മസ്റൂഖുൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യദുല്ലു അലാ മാ വഖഅത് അലൈഹി സരിഖത്തു. അപ്പൊ മസ്റൂഖ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു നാമമാണ്. യദുല്ലു അലാ മാ, ഒന്നിനെ സൂചിപ്പിക്കുന്നു. വഖഅത് അലൈഹി, അതിന്റെ മേൽ സംഭവിച്ചു. അസ്സരിഖത്തു, മോശമാണ് എന്നിങ്ങനെയൊക്കെ ഇതിന് പറഞ്ഞു ഒപ്പിക്കുന്നതാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒന്നുള്ളതൊന്നുമില്ല. ഇത് ഇതിന്റെ നിർവചനം മാത്രമാണ്, വ്യാകരണത്തിലെ നിർവചനം മാത്രമാണ്. ഇസ്മുൻ യദുല്ലു അലാ മാ വഖഅത് അലൈഹി സരിഖത്തു.
വഹുവ മുഷ്തഖുൻ മിൻ സുരിഖ. അപ്പൊ അത് ഏതിൽ നിന്ന് വന്നതാണ്? മസ്റൂഖ് ശരി. എന്ന രൂപം സുരിഖയിൽ നിന്നും വന്നതാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഇപ്പൊ പഠിച്ചതും വന്നതാണ്. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എന്ത് ചെയ്തു? എപ്പോ ഫതഹ പറഞ്ഞ യഫ്തഹ് നമ്മൾ പഠിച്ചിട്ട് ആദ്യത്തെ ഫാത്തിഹൻ സറക്കയിൽ മഫ്തൂഹൻ ഫത്ഹുൻ നിന്നെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല. പോവാണ്. സറക്ക ഫാത്തിഹൻ എന്നുള്ളതിന് മഫ്തൂഹൻ ഫത്ഹുൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പാറ്റേൺ കിട്ടി. പക്ഷേ ശരിക്കും അതെന്താണ്? അത് മജ്ഹൂൽ രൂപത്തിൽ നിന്നാണ് മഫ്ഊൽ വരുന്നത്. സറഖ മജ്ഹൂൽ. യസ്രിഖുൽ നിന്നാണ് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ സുരിക്ക എന്ന് പറയേണ്ടി വരും അല്ലേ? സുരിഖയിൽ നിന്നാണ് മസ്റൂഖ് വരുന്നത്. ഓ അങ്ങനെ. സറഖയിൽ നിന്നാണ് സാരിഖ് വരുന്നത്. സാരിയൊക്കെ സുരക്കയിൽ നിന്നാണ് മസ്റൂഖ് വരുന്നത്. സറക്ക മോഷ്ടിച്ചു, സാരിഖുൻ മോഷ്ടിക്കുന്നവൻ. മോഷ്ടിക്കുന്നത്. സുരക്ക മോഷ്ടിക്കപ്പെട്ടു, മസ്റൂഖുൻ മോഷ്ടിക്കപ്പെട്ടവൻ, മോഷ്ടിക്കപ്പെട്ടു. പെട്ടത് അല്ലെങ്കിൽ പെട്ടവൻ. വയുസമ്മ ഇസ്മുൽ മഫ്ഊലിൻ, ഇസ്മു മഫ്ഊൽ എന്നാണ് അതിനെ പേര് വിളിക്കപ്പെടുന്നത്. ഇസ്മുൽ മഫ്ഊലി ഇസ്മുൽ, പിന്നെ അതിന്റെ ഒറിജിനൽ നിർവചനം പറയുക. ആദ്യം പറയുന്നത് ഭാഷാപരമായ വിശദീകരണമാണ്, പിന്നീട് പറയുന്നത് ടെക്നിക്കൽ ഡെഫിനിഷനാണ്. താരീഫ് എന്ന് പറയും. താരീഫ്, ഡെഫിനിഷൻ. ഇസ്മുൽ മഫ്ഊലി ഇസ്മുൻ മസൂഖുൻ, അത് രൂപപ്പെട്ടു വരുന്ന ഒരു പദമാണ്. മിനൽ ഫഇലിൽ മബ്നിയിൽ മജ്ഹൂൽ, മജ്ഹൂലായ ക്രിയയിൽ നിന്നും. ലിദ്ദലാലത്തി അലാ മാ വഖഅ അലൈഹിൽ ഫഅലു, അതിന്റെ മേൽ പ്രവർത്തി സംഭവിച്ചു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി. ദലാലത്ത് അറിയിക്കൽ, ദല്ല അറിയിച്ചു, ദലാലത്ത് അറിയിക്കൽ. സൂചിപ്പിച്ചു നടത്തണ്ട. എന്താണ്? സൂചിപ്പിച്ചു നടത്തണ്ട. സൂചിപ്പിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ദല്ല, പക്ഷെ അറിയിച്ചോന്നാണ് ശരിക്കും അതിന്റെ മീനിങ്. നമ്മൾ ദക്കറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർമ്മിച്ചു എന്നാണ് അല്ലേ? ഓർമ്മിച്ചോ. വക്കുർ എന്ന് പറഞ്ഞപ്പോ എന്താ? ഓരോന്നിന്റെ അടുത്ത് അത് എടുത്തെഴുതാൻ പറഞ്ഞപ്പോ വക്കുർ എന്നാണ് പരാമർശിക്കുകയെന്നാണ് അവിടെ. ശരിക്കും അതിന്റെ ഭാഷാർത്ഥം ദക്കറ എക്കുർ ഓർമ്മിച്ചു എന്നാണ്. അതുപോലെ ദല്ല ഇതിലും അറിയിച്ചു. ദലാലത്ത് പറഞ്ഞ മസ്ദർ അല്ലേ സർ? ദലാലത്ത് ദല്ല എതില്ലുവിന്റെ ക്രിയാധാരം. സബ്ബഹു തസ്ബീഹുൻ, ദലാലത്തുൻ, ദല്ല എതില്ലു, ദല്ല അല്ല ദല്ല എതില്ലു, സബ്ബഹു സുബ്ബിഹുൻ. ദല്ല എതില്ലു എന്ന് പറയുമ്പം നല്ല എതില്ലു പോലെയാണ്. വന്നുൻ, അപ്പൊ അതുപോലെ ക്രിയ വേറെ ഉണ്ട്. താ വരുന്ന ക്രിയാധാതു വരുന്നത്. നല്ല എതില്ലു ഉണ്ട്. എന്താ അർത്ഥം? എന്താ ക്രിയാധാതു? നല്ല എതില്ലു ക്രിയാധാതു എന്താ? ദലാലത്തുൻ. ദലാലത്തുൻ, ദലാലും ഉണ്ട്. ദലാലും ദലാലത്തുൻ, ദലാലത്തും ഉണ്ട്. അതേപോലെയാണ് ദലാലത്ത്. മുദക്കർ മുഅന്നസ? അല്ലല്ല, അങ്ങനെയല്ല. രണ്ട് രൂപമല്ലേ? രണ്ടും രണ്ട് രൂപമാണ്. അതിന് വ്യാകരണത്തിൽ ചില ഉപയോഗങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എങ്കിലും അത് മുദക്കർ മുഅന്നസ് അല്ല. ദലാലും ദലാലത്തും. ഓക്കെ. ദലാലും ദലാലത്തും, ദലാലും മുബീൻ വേറെ വന്നിട്ടുണ്ട്, ദലാലത്ത് വേറെ വന്നു കേട്ടോ.
അപ്പൊ അതേപോലെയാണ് ഇവിടെ ദലാലത്ത് വന്നിരിക്കുന്നത്. അല്ലാമ വഖഅ അലൈഹിൽ ഫിഅലു വഹുവ അലാ വസ്നി മഫ്ഊലിൻ. അപ്പൊ അത് ഏത് പാറ്റേണിലായിരിക്കും വരിക? അത് മഫ്ഊൽ എന്ന പാറ്റേണിലായിരിക്കും വരിക. മിനൽ ഫിഅലി സുലാസിയിൽ മുജറദ്. മുജറദ് എന്താണ്? തനിച്ചത് കേട്ടോ, തനിച്ചത്. സുലാസി എന്ന് പറഞ്ഞാൽ ട്രിലിറ്ററൽ വെർബ്, 3 അക്ഷരമുള്ള ക്രിയ. അൽ ഫിഅലു സുലാസി എന്ന് പറഞ്ഞാൽ 3 അക്ഷരമുള്ള ക്രിയ. അത് മുജറദ് എന്ന് പറഞ്ഞാൽ തനിച്ചത്. അപ്പോ എന്താണ്? 3 അക്ഷരം മാത്രമുള്ളത്, പ്ലസ് ഇല്ല, 3 അക്ഷരം മാത്രമുള്ളത്. റാഡിക്കൽ റാഡിക്കൽ എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിൽ പറഞ്ഞൊപ്പിക്കുന്നേ ഉള്ളൂ. 3 റാഡിക്കൽസ്. استخرج من الدرس أسماء المفعولين الواردة فيه. ദർസിൽ വന്നിട്ടുള്ളതായ അസ്മ മഫ്ഊലുകൾ കണ്ടെത്തുക. വദ്കുർ മഅ കുല്ലി വാഹിദ് മിൻഹാ അൽ ഫിഅൽ മുഷ്തഖ മിൻഹു. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ മുഷ്തഖ് പറയുമ്പോൾ കുതിബ യുക്തബു എന്നാണ് എഴുതുന്നത്. കുതിബ യുക്തബു. അൽ മക്തൂബ് എന്ന് പറഞ്ഞാൽ കുതിബ യുക്തബു. മജ്ഹൂൽ രൂപമാണ് എഴുതേണ്ടത്. സുഖ അസ്മാ അൽ ഫാഇലീൻ മിനൽ അഫ്ആൽ അത്തിയ. അപ്പൊ മഫ്ഊൽ രൂപ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവിടെ? നേരത്തെ ടേബിൾ എഴുതി വെച്ചില്ല, അല്ല ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്. മസ്റൂറൂന് ഉണ്ടായിരുന്നല്ലോ. മസൂൻ വരില്ലേ അപ്പൊ? അല്ല, മസൂർ വരും. പക്ഷെ മസൂർ എന്താണ്? നമ്മള് ദുർബലാക്ഷം വന്നല്ലേ, ദുർബലാക്ഷം വന്നതിനെ ഇവിടെ പറഞ്ഞിട്ടില്ല. വരില്ല. ദുർബലാക്ഷം വന്നതിന് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നമ്മള് സെക്കൻഡറി ലേണിംഗിൽ പെട്ടതാണ്. ആദ്യം പഠിക്കുന്നത് ദുർബലാക്ഷം ഇല്ലാത്തതാണ്. മസ്റൂർ വന്നപ്പോ എന്തായി? സുറ യുസറു. സുറ സന്തോഷിക്കപ്പെട്ടു. സുറ യുസറു. മക്തൂബ് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കുതിബ യുക്തബു. കുതിബ യുക്തബു. മഫ്തൂഹ് ഫുത്തിഹ യുഫ്തഹു. ഇവിടെ പറയാൻ എളുപ്പമുണ്ട്, എല്ലാത്തിനും ഒരേപോലെയാണ്. മാവിയും മുളാരിയും ഒന്നും കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടില്ല. മക്സൂറുൻ യുക്സറു. കുസിറ യുക്സറു. മൻസൂറുൻ നുസിറ യുൻസറു. മംനുഉൻ മുനിയ യുംനഉ. സുഖൽ അസ്മാ മിനൽ അഫ്ആലിയ. തുടർന്ന് വരുന്ന ക്രിയയിൽ നിന്നും ഇസ്മു മഫ്ഊൽ കണ്ടെത്തുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. അൽ ഫിഅലു ഖുതില. ഖുതില ഇസ്മു മഫ്ഊൽ മഖ്തൂൽ. വുലിദ മൗലൂദ്. മൻഖൂസ് മൗലൂദ് ഒന്നും അല്ല കേട്ടോ, ഇത് ഒറിജിനൽ മൗലൂദാണ്. മൻഖൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്യപ്പെട്ടെന്നാണ്, നാഖിസ് ആയിട്ടുള്ളത്. മൻഖൂസ് എന്ന് പറയുമ്പോൾ നഖസ കുറഞ്ഞു, മൻഖൂസ് എന്ന് പറയുമ്പോൾ കുറയപ്പെട്ടത്, ഡിസ്കൗണ്ടഡ്. അവിടെ മൗലൂദിന്റെ അർത്ഥം ഇവിടെ ജനിക്കപ്പെട്ടതല്ലേ? മൗലിദാണ്. മൗലിദ് ജന്മദിനത്തെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് മൗലൂദ് എന്ന് പറയും. അവിടെ മൗലൂദ് ഉണ്ട്. എന്തായിക്കോട്ടെ, അത് ചിലപ്പം ഈ അറിയാത്ത ആൾക്കാരൊക്കെ എന്തൊക്കെ എഴുതിയിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ അത് ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചൊക്കെ എന്തൊക്കെ പേര് കൊടുത്ത് 300 വക മൗലൂദ്. അപ്പം ഞാനെടുത്ത് കിതാബെടുത്ത് വെച്ചാൽ വക്ക മൗലൂദ് എന്നാണ്. ഞാൻ വിചാരിച്ചു പോലെ വക്കത്തുനിന്നുള്ള മൗലൂദ് ഉണ്ടായിരുന്നു. അപ്പൊ 436 വക എന്നാണ് എഴുതിയിരിക്കുന്നത്. വായും കായും ഇട്ടിട്ടുണ്ട്. 436 വക മൗലൂദ്. മലയാളം അറബി മലയാളത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക. അതൊക്കെ പോയിപ്പോ എല്ലാം ഇതായി. കമ്പ്യൂട്ടർ യോഗം വന്നപ്പോ എല്ലാത്തിനും കമ്പ്യൂട്ടറൈസേഷൻ. ഇതാണ് എന്റെ പ്രശ്നം. സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് എല്ലാ അന്ധവിശ്വാസങ്ങളും വികസിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒറിജിനൽ തീയിൽ പിടിച്ചിരിക്കുന്നവൻ അവൻ തീക്കൊള്ളി കള്ളിൽ പിടിച്ചതുപോലെയാണ്. അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ.
AI ജ്യോതിഷുണ്ട് സർ. AI ജ്യോതിഷമുണ്ട്. ഉം. AI ജ്യോതിഷമുണ്ട്. ഇപ്പം ട്രംപ് എന്തായത്? ഉം. അവിടുത്തെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിന്റെ അകത്ത് പോയി അവിടെ ബോംബും ഇതെല്ലാം വർഷിച്ചിട്ടുണ്ട് വരും. അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാര്യയും പൊക്കിക്കൊണ്ടുപോയി അവരുടെ നാട്ടിൽ കൊണ്ട് വിചാരണ നടത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തിന്മയുടെ വക്താക്കളാണെങ്കിൽ അവർക്ക് തിന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ പറ്റും. നന്മയുടെ വക്താക്കളാണെങ്കിൽ ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്മയുടെ വക്താക്കളെ ആരും ഇഷ്ടപ്പെടും. പോട്ടെ. ഉലിദ മൗലൂദുൻ ഉലിമ മാലൂമൻ മഅലൂമുൻ കുരിഹ മക്രൂഹുൻ മക്രൂഹുൻ മക്റൂഹുൻ വെറുക്കപ്പെട്ടത്. സുഇല മക്രൂഹുൻ. സുഇല മസ്ഊലുൻ മസ്ഊലൻ മസ്ഊലുൻ മസ്ഊലുൻ ഉക്കില മഅകൂലുൻ മഅകൂലുൻ മക്കൂലൻ ശുരിബ മശ്റൂബുൻ മഷ്റൂബൻ ദുഫിന. മദ്ഫൂനുൻ. എന്താണ് മദ്ഫൂനുൻ. ദുഫീന? അതെന്താ ദുഫിനയുടെ അർത്ഥം എന്താ? ദുഫിന. എന്താണ്? അർത്ഥം ദഫൻ ചെയ്തു, മറമാടി. മയ്യത്ത് മറമാടുന്നതിനാണ് ദഫന എന്ന് പറയുന്നത്. ദുഫിന മറമാടപ്പെട്ടു. അത് അപ്പൊ കഫൻ. അത് വേറെ. കഫൻ പുടവ എന്ന് പറയുന്നത് പുതയ്ക്കുന്ന തുണി, ഉം. കഫൻ. ദഫൻ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് മറയ്ക്കുക. കുരിഅ മക്രൂഹുൻ. മഖ്റൂഉൻ. ഇപ്പൊ മനസ്സിലായില്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെട്ടതാണെന്ന്. കുരിഅയുടെ അതിന്റെ മഖ്റൂ എന്നാണ് പറയുന്നത്. അതിന്റെ വായിക്കപ്പെട്ടതിന് എന്ത് പറയും? മഖ്റൂ എന്നാണ് പറയുന്നത്. ഭാര്യയും മക്രൂ. ആ ഖുർആൻ ഖുർആൻ എന്താണ്? വായിച്ചു. ഖുർആൻ വായിക്കപ്പെടുന്നത് മസ്ദർ ആവുമോ അതിന്റെ? നിങ്ങൾ പഠിച്ചു എവിടെ വരെ എത്തി? ഖുർആന്റെ അർത്ഥം എന്താണ്? അധിക വായന. പാരായണം, അധിക വായന. പാരായണം. വായനയാണ്. ഖുർആയുടെ ക്രിയാധാതുവാണ് ഖുർആൻ. അതന്നല്ലേ മസ്ദർ എന്ന് പറഞ്ഞാല്? അല്ലെ, നിങ്ങൾ വേറെ എന്താ അല്ലേ പറഞ്ഞത്? മസ്ദർ ഉസ്താദേ പറഞ്ഞു. ആ മസ്തർ എന്നാണ് പറഞ്ഞു അല്ലേ? ആ ഓക്കെ. അല്ലേ? എനിക്ക് വേറെ എന്തോ പറഞ്ഞു തോന്നുന്നു. അല്ല. അല്ല, ഞാൻ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. ആ അർത്ഥം എന്താണ്? വായന. അത് പറഞ്ഞല്ലോ, അധിക വായന ഞാൻ വായന പറഞ്ഞു. എന്നാണ്. ദുഫിന എന്നുള്ളതിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? ദഫന എന്ന് പറഞ്ഞാൽ മറമാടി. മൃതദേഹം മറമാടുന്നതിനാണ് ദഫന എന്ന് പറയുന്നത്. ദുഫിന മറമാടപ്പെട്ടു. ഓക്കെ. ഇല്ല, മൗസൂല് അറബിയിൽ ചോദിച്ചാൽ അവർ അറബിയിലുള്ള നിർവചനം പറയും. വാറാഹു ഫിൽ അർമി എന്നാണ് കേട്ടോ. ഭൂമിയിൽ മറച്ചു എന്നാണ് ദഫന എന്ന് പറയുന്നത്. നമ്മള് ഏതോ പഠിച്ചിട്ടുണ്ടല്ലോ. മണ്ണിനടിയിൽ. ഹാബീലും അതെ. മറമാടി. അതിന് ദഫനുണ്ടോ? കാക്ക മറമാടിയത് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് വാക്ക് പറഞ്ഞു. എന്താണ് എന്താണ്? വാറ. കൈഫ യുവാരി. വാറ യുവാരി നമ്മള് പഠിച്ചിട്ടുണ്ട്. വാറ യുവാരി. അതെ, വാറാന്ന് വരും അല്ലേ? വാറ ഹദാ പോലെ വാറ യുവാരി. മൗസൂലുൻ മഗ്സൂലുൻ. വുജിദ മൗജൂദുൻ. ഖുലിഖ മഖ്ലൂഖുൻ. കുസിറ മക്സൂറുൻ. അങ്ങനെയാണ് പൊട്ടിയത് എന്ന അർത്ഥം വരുന്നത്. ഫുസില മഫ്സൂലുൻ.
വേർപെടുത്തപ്പെട്ടത്. വേർപെടുത്ത ഫസല എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു. ഫലമ്മ ഫസല താലൂത്തു ഡിപ്പാർട്ട്. ഫാസില് ഖണ്ഡിക്കപ്പെട്ട ഖണ്ഡിക, ഫസില് ക്ലാസ്, ക്ലാസിഫിക്കേഷനിലൊക്കെയുള്ള അർത്ഥം വരും. അയ്യിൽ അസ്മാ അൽ ഫാഇലൈനി വഅസ്മാ അൽ മഫ്ഊലൈനി ഫീമാ യലി. അസ്മാൽ മഫ്ഊലൈനി ഫീഹ തന്നിട്ടുള്ളതില്. അപ്പൊ ഈ രണ്ടിനെയും വേർതിരിച്ച് പറയണം കേട്ടാ. അസ്മാ അൽ ഫാഇലൈൻ ഇസ്മു ഫായിലും അസ്മാ അൽ മഫ്ഊലൈൻ മഫ്ഊലീൻ ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലും എടുത്തു പറയണം. ഖാലൽ മുദീറു ലിത്വാലിബീൻ ലിത്വാലിബീൻ ത്വാലിബുൻ ലിത്വാലിബൈനി ആണ് കേട്ടോ. ഖാലൽ മുദീറു ലിത്വാലിബൈനി, രണ്ട് സ്റ്റുഡൻസിനോട് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, മൻ മിൻകുമാ അദ്ദാരിബു വമനിൽ മദ്റൂബ്. അപ്പൊ വാരിബും മളറൂബുൻ. വാരിബ് ഇസ്മു ഫായില്, മദ്റൂബ് ഇസ്മു മഫ്ഊൽ. മഫ്ഊല്. എന്താ ചോദിച്ചത് ഹെഡ് മാസ്റ്റർ? നിങ്ങളിൽ ആരാണ് വാരിബ് അടിക്കുന്നവൻ, അടിച്ചവൻ, അടിച്ചവൻ ആരാണ്, അടി കൊണ്ടവൻ അടി ആരാണെന്ന്. കൊണ്ടവൻ ആരാണെന്ന്. അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ അടിച്ചവൻ ആരാണ്, അടിക്കപ്പെട്ടവൻ ആരാണെന്നൊക്കെ ചോദിക്കും. ശരിക്കും അത് മലയാളത്തിലായിട്ട് ശരിക്കും അടിക്കൊണ്ടവനും ആരാണ്? അടിച്ചവൻ ആരാണ്, അടി കൊണ്ടവൻ ആരാണ്. ഫറൽ ഖാതിലു വനുഖില നുഖിലൽ മഖ്തൂലു ഇലൽ മുസ്തശ്ഫ. ഫറ എന്താ ഉസ്താദെ? വിഭജിച്ചു എന്നാണോ? ഫറ ഓടി ഫഫിറു ഇലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ. ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അള്ളാഹിലേക്ക് എന്ത് ചെയ്യാ? ഫറ ഓടൂ ഓടൂ. ഫറ ഓടി. ഫറത്ത് മിൻ കസ്വറ പറഞ്ഞില്ലേ. ഫറത്ത് മിൻ കസ്വറ, ഓടി. സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനെ പോലെ. യൗമ യഫിറുൽ മർഉ യൗമ യഫിറുൽ മർഉ അബസിയിൽ പഠിച്ചു. ഫറൽ ഖാതിലു വനുഖിലൽ മഖ്തൂലു ഇലൽ മുസ്തശ്ഫ. ഖാതിൽ ഇസ്മു ഫായില്, മഖ്തൂല് ഇസ്മു മഫ്ഊൽ. എന്താ ആശയം? നുഖില എന്ന് പറഞ്ഞാൽ എന്താ? കൊന്നവൻ. ഘാതകൻ ഓടിപ്പോയി. വനുഖിലൽ മഖ്തൂലു, വധിക്കപ്പെട്ടവൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടു. വനുഖില. ഖബദിന അല സാരിഖി. നുഖിലാന്ന് മാറ്റപ്പെട്ടു. നക്കല എന്നാണ് മാറ്റി. നക്കല മാറ്റി. ഹാത്തിഫുൻ നക്കാല എന്ന് പറഞ്ഞാല് മൊബൈൽ ഫോൺ. ഹാത്തിഫുൻ നക്കാല, ഹാത്തിഫ് നക്കാല മൊബൈൽ ഫോൺ. നക്കാല എന്ന് പറയുന്ന വാക്ക് എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്. നക്കാലന്നപ്പോ അങ്ങനെ വരിക? നക്കാല, നക്കാലത്തിൽ, നാക്കില് നക്കാലത്തിൽ ഫഅാലെന്ന് പറയൂലേ, അതേപോലെ നക്കാല് വരുന്നു. നക്കാലത്തിൽ, ഹാത്തിഫുൻ നക്കാലത്ത് എന്ന് പറഞ്ഞാല് മൊബൈൽ ഫോൺ. എന്താ മാറ്റം? അർത്ഥം എന്താ പറഞ്ഞ? നക്കല എന്നുള്ളതിന് മാറ്റം. നക്കല മാറ്റി. മൊബൈലിലാണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. മൊബൈൽ ലൈബ്രറി, മൊബൈൽ ഹോസ്പിറ്റലൊക്കെ ഇല്ലേ. അപ്പോ എന്താണ് നക്കല യൻകിലോ? നക്കല യൻകുലു. ثلاثة قبضنا على السارق ولكننا لم نجد لديه المال المسروق. ഇപ്പൊ സംഭവിച്ചതുപോലെ കള്ളനെ പിടിച്ചു, പക്ഷെ സ്വർണം കിട്ടിയില്ല. അത് മാലാന്ന് തന്നെ പറയാ. അത് പത്രം വായിച്ചാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായി. അല്ലല്ലോ, മാലെന്ന് പറഞ്ഞ സമ്പത്തല്ലേ? അതാണ് പറഞ്ഞത്. ഖബദന അല സാരിഖി, മോഷ്ടാവിനെ ഞങ്ങൾ പിടിച്ചു. വലാകിന്നന ലം നജിദ് ലദൈഹി, അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മൾ കണ്ടില്ല. ലദാ എന്ന് പറഞ്ഞാൽ പക്കൽ കേട്ടോ. ലദൈഹി അവന്റെ പക്കൽ.
ഈ ലദൈഹി ലദൈഹി അൽ മാൽ അൽ മസ്റൂഖ്, മോഷ്ടിക്കപ്പെട്ട പണം അവന്റെ കയ്യിൽ കണ്ടില്ല. അത് പറഞ്ഞാൽ മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവ് ഒരിക്കലും തൊണ്ടി മുതൽ അയാളുടെ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കില്ല. അത് കണ്ടെത്തേണ്ടത് എന്താണ്, നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്. അതാണ്. അപ്പൊ എന്തായാലും നമ്മൾ കണ്ടെത്തേണ്ടത് ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലും. താരിഖും മസ്റൂഖും. താരിഖ് ഇസ്മു ഫായില്, മസ്റൂഖ് മഫ്ഊലും ഇസ്മു ഇസ്മു മഫ്ഊൽ. അദാനുൽ മസ്ജിദിൻ നബവി, അദാനുൽ മസ്ജിദിൻ നബവി മസ്മൂഅൻ ഫി ജമീഇ അഹ്യാഇൽ മദീനത്തിൽ മുനവ്വറത്തി. മസ്മൂ സാമിഉൻ അസ്മാ. അല്ല, മസ്മൂഅ മസ്മൂ പിന്നെ ഇസ്മു സാമിഇല്ല. മഫ്ഊല്. അത് മാത്രമേ ഉള്ളൂ. മസ്മൂഅൻ ഇസ്മു ഫായിലില്ല. ഫായിലില്ല. അതാണ്. അത് അദാനെന്ന് പറഞ്ഞപ്പം കഴിഞ്ഞു വന്നു. ഇല്ലല്ല. ബാങ്ക് മസ്ജിദിന് മസ്മൂ കേൾക്കും. അതിനകത്ത് ഒന്നേ ഉള്ളൂ, മസ്മൂഅ മാത്രമേ ഉള്ളൂ. قلت للبقال أيوجد لديه دجاج مذبوح. ദജാജുൻ മദ്ബൂഹുൻ. അറുത്തതുണ്ടോ? അറുത്ത കോഴിയുണ്ടോ? മദ്ബൂഹൻ ഇസ്മു മഫ്ഊല്. യൂജദ് ലദൈക, നിന്റെ അടുക്കലുണ്ടോ? അപ്പൊ അപ്പം ഇതിന്റെ ഇസ്മു മഫ്ഊൽ ഏതാണ്? വാജിദില്ല, മൗജൂദ് മാത്രമേ ഉള്ളൂ. മദ്ബൂഹൻ മദ്ബൂഹ് അല്ല, മൗജൂദില്ല, മദ്ബൂഹ്. മദ്ബൂഹാണ്. ഇസ്മു മഫ്ഊൽ മാത്രമേ ഉള്ളൂ. ദബഹ. അറുത്ത കോഴി ഉണ്ടോന്ന്. ഹാദ ത്വാലിബ് മഫ്സൂലുൻ. ഹാദ ത്വാലിബ് മഫ്സൂലുൻ എന്താ അർത്ഥം? ത്വാലിബു മഫ്സൂലുൻ. കുട്ടി മുറിക്കപ്പെട്ടവനാണ്, മുറിക്കപ്പെട്ടതാണെന്ന് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കണ്ടിന്യൂഡ്. ആ സന്ദർഭത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്താൻ മനസ്സിലാക്കട്ടെ. ആള് മുറിക്കപ്പെട്ടവനാന്ന് പറഞ്ഞാല് ഈ സ്റ്റുഡന്റ് ഡിസ്കണ്ടിന്യൂഡ് ആണ്. ശരിയല്ലേ? അതെ. അപ്പൊ എന്താണ് ഇവിടെ ഉള്ള വാക്ക്? വസല. ഏതാണ്? വാസിലില്ല, മഫ്സൂല് മാത്രമേ ഉള്ളൂ. ഇസ്മുൽ മഫ്ഊല് മാത്രമേ ഉള്ളൂ. ഇസ്മു ഫാഇൽ ഇല്ലേ? താലിബ്. ഹാദ ത്വാലിബു മഫ്സൂലുൻ. താലിബുണ്ട്. ഇല്ല. താലിബ് ഫായില്. താലിബ് ഇസ്മു ഫാഇലാണ്. തലബ യത്ലുബു താലിബുൻ. അങ്ങനെ പറയാം അല്ലേ? ഇങ്ങനെ പറയാവുന്ന എന്താ? താലിബ് എവിടെ നിന്ന് വന്നു? തലബ യത്ലുബു എന്ന് വന്നല്ലേ താലിബ്. താലിബ് മഫ്സൂൽ, മഫ്സൂൽ ഇസ്മു മഫ്ഊൽ. ലാ തഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖ് ഇസ്മു ഫായില്. താഅത്ത്. അല്ല, മഖ്ലൂഖ് താഅത്ത് എന്ന് പറഞ്ഞാൽ അത് വരില്ല. മഖ്ലൂഖ് മഖ്ലൂഖുൻ ഖാലിഖുൻ. ഇസ്മുൽ താഅത്ത് എവിടെ മഫ്ഊല്. കിട്ടി? ഇല്ലല്ല, അതില് വരില്ല. മസ്ദർ. അത് മസ്ദറാണ് കേട്ടോ. ഖാലിഖ്. خالق اسم فاعل، مخلوق اسم مفعول. هذا بيض مسلوق. مسلوق اسم مفعول. مسلوق اسم مفعول. എന്താ അർത്ഥം? هذا بيض مسلوق. ബൈലുൻ പിന്നെ എഗ് എന്നല്ലേ? ബൈലത്തുൻ എഗ്. മസ്ലൂഖ്. ഉസ്താദ്, അതിന്റെ മുമ്പത്തൊന്നും പറയില്ല. താത്ത ലിൽ മഖ്ലൂഖി ഫീ മാസിയത്തിൽ ഖാലിഖ്. അതിന്റെ മുമ്പത്തെ അർത്ഥം لا طاعة لمخلوق في معصية الخالق. طاعة എന്താണ്? അനുസരണം. മാസിയത്ത് മാസിയത്ത് ഖാലിഖിന്, സൃഷ്ടാവിന്റെ മാസിയത്ത് വെച്ച വിശേഷണം. എന്താണ്? മാസിയത്ത് വിശേഷണമാണോ? അല്ല അല്ല, മാസിയത്ത് എന്ന് പറഞ്ഞാൽ ധിക്കാരം. ധിക്കാരം. ഈ മാസിയത്തിൽ ഖാലിഖ്, ഖാലിഖിനെ ധിക്കരിച്ചുകൊണ്ട്
മഖ്ലൂഖിന് അനുസരണമില്ല. ഉം. അനുസരണമേ ഇല്ല. മസിയത്ത് എന്ന് പറഞ്ഞാല് ഇസ്മുൽ മഫ്ഊൽ അല്ലേ? ഏഹ് ഇസ്മുൽ മഫ്ഊൽ ഏതാണ്? മഖ്ലൂഖ് ആണല്ലേ? ലാ തആത്തിൽ മഖ്ലൂഖ് അല്ല, ഇസ്മു ഫാഇൽ ഇസ്മു മഫ്ഊൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഖാലിഖ് ഇസ്മു ഫാഇൽ, മഖ്ലൂഖ് അല്ല, ഇസ്മു മഫ്ഊൽ. മാസിയത്തിന് അത് പെടില്ലല്ലോ. അസായസി മാസിയത്ത് അതിൽപ്പെടില്ല. മസ്ദറാണ്. മാസിയത്ത് എന്താണ്? അസാ യാസിയുടെ ക്രിയാധാതുവാണ് മാസിയത്ത്. അത് മസ്ദർ മീമിയാണെന്നാ പറയാ. മസ്ദർ മീമി, മീമുള്ള ക്രിയാധാതു. ഉം. ആ. അസാ യാസിയിൽ നമ്മൾ പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പഠിച്ചിട്ടുണ്ട്. മാസിയത്ത്. അപ്പൊ ബൈവൻ മസ്ലൂഖ് എന്താണ്? പുഴുങ്ങിയ മുട്ട. ആ ശരി. വയലിൽ ബൈവൻ വന്നു. ആ മസ്ലൂഖ് പുഴുങ്ങിയത്, വെള്ളത്തിൽ വേവിക്കപ്പെട്ടത്. വെള്ളത്തിൽ വേവിക്കുന്നതിനാണ് മസ്ലൂഖ് എന്ന് പറയുന്നത്. ഇസ്മു മഫ്ഊൽ. അപ്പൊ മസ്ലൂഖ് മാത്രമേ ഉള്ളൂ, ഇസ്മു മഫ്ഊൽ മാത്രമേ ഉള്ളൂ അവിടെ. ഉം. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ. റളിയല്ലാഹു അൻഹുമാ എന്ന് പറയാൻ കാര്യം എന്താ? രണ്ടുപേര്. രണ്ടുപേര്. അനസിനെ കുറിച്ച് പറഞ്ഞപ്പോ അനസ് ബിൻ മാലിക്കിൻ റളിയല്ലാഹു അൻഹു എന്നാ പറഞ്ഞത്. കാരണം രണ്ടുപേരും എന്തല്ല, സഹാബികളല്ല. ഇവിടെ ഇവിടെ ഒരാളേ ഉള്ളൂ ഉസ്താദേ. ഇവിടെ അബ്ദുല്ലാഹി ബിൻ ഉമർ ആളൊന്നാണെങ്കിലും ആ അബ്ദുല്ലാഹി ബിൻ ഉമർ. അപ്പൊ അബ്ദുല്ലാഹിക്കും ഉമറിനും അള്ളാഹ് തൃപ്തി നൽകട്ടെ എന്ന്. അങ്ങനെയാ. അബ്ദുല്ലാഹി ബിൻ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അത് ഒരുമിച്ചാണ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്നത്. ഓ قال أخذ رسول الله صلى الله عليه وسلم بمنكبي. منكب അറിയാമല്ലോ, ഷോൾഡർ. فقال كن في الدنيا كأنك غريب أو عابر سبيل. കുറെ ഹദീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്, എല്ലാം വായിച്ചു പഠിക്കണം. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നമ്മുടെ ഡെയിലി ഒരു ഹദീസുള്ള ഒരു പാഠത്തിൽ ആരെങ്കിലും കയറുന്നുണ്ടോ ഗ്രൂപ്പിൽ? ഡെയിലി ഒരു ഹദീസ് വായിക്കാൻ നമ്മൾ ഒരു മിനിറ്റ് ചിലവഴിച്ചാൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഏതാണ് ഇസ്മു ഫാഇൽ? ഇസ്മു മഫ്ഊൽ ഏതാണ്? ആബിർ ഇസ്മു ഫാഇൽ. മഫ്ഊലില്ല. ആബിർ സബീൽ എന്ന് പറഞ്ഞാൽ വഴി കടന്നു പോകുന്നവൻ. വഴി കടന്ന് പോകുന്നവൻ ആബിർ സബീൽ. ഉസ്താദേ, അതിന്റെ ഇതെന്താ മാലി എന്താണ്? അബറ എന്നാണോ? അബറ. സെന്റൻസിന്റെ അർത്ഥം എന്താണ്? അബറ യഅ്ബിറു യഅ്ബുറു യഅ്ബിറു ആണ്. നോക്കട്ടെ. യഅ്ബുറു. യഅ്ബുറു. അബറ യഅ്ബുറു. ഉസ്താദ് പറഞ്ഞു. എന്താണ്? ഉസ്താദ് പറഞ്ഞു യഅ്ബുറു ആദ്യം തന്നെ. هذا طالب مبسوط من هذا അതിന്റെ അർത്ഥം അബറ എന്ന് പറഞ്ഞാൽ വഴി കടന്നു പോയി എന്നാണ്. വഴി കടന്നു പോയി. ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോയി എന്നാണ്. അതാണ് ആബിർ സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരൻ. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ. നീ ദുനിയാവിൽ എന്താകണം? ഗരീബാകണം. ഗരീബ്, ഗരീബ് ആദ്മി എന്ന് പറയുമല്ലോ. ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെന്നല്ല അതിൻ്റെ അർത്ഥം. ഗരീബ് എന്ന് പറഞ്ഞാൽ പരദേശി. വഴിയാത്രക്കാരനാവും. ആ നീ ഒരു പരദേശിയെ പോലെയോ അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെയോ ആകും. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ.
അപ്പൊ നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കേണ്ട ആളല്ല. ആ അത് ശരിയാ. ആ അപ്പൊ ഞാൻ ഇവിടുത്തെ ആളല്ല, ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഉം. വരീബൻ എന്ന് പറഞ്ഞാൽ അത് ഗരീബ് എന്ന് പറഞ്ഞാൽ പരദേശി, അപരിചിതൻ അല്ലെങ്കിൽ പരദേശി. ലേശമിൻ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് ഗൈറു മഅലൂഫുൻ ഔ ഗൈറു മഅറൂഫുൻ, അപരിചിതൻ. ഒന്ന് ഒരർത്ഥം അപരിചിതൻ, മറ്റൊന്ന് എന്താണ് ഗരീബ്. ലേശമിൻ ഔ ഷഖ്സുൻ ലേശമിൻ നാഹിരിൽ മക്കാൻ, ആ സ്ഥലത്തുള്ള ആളല്ല. അപ്പൊ അപരിചിതൻ അല്ലെങ്കിൽ പരദേശി, ഞാനിവിടെ സ്ഥിരമായിട്ട് താമസിക്കേണ്ട ആളല്ല, മറിച്ച് എന്താണ്, ഞാൻ ഇവിടുന്ന് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ആബിർ സബീൽ, അല്ലെങ്കിൽ ഞാൻ എവിടുന്നോ വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് ഇസ്തദല്ല തഹ്ത ഷജറത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഹദീസ് ഉണ്ടല്ലോ. മാലി വലി ദുനിയ, എന്താണ്, ഞാനൊരു റാക്കിബുൻ ഇസ്തദല്ല തഹ്ത ഷജറത്തി, ഞാനൊരു ഒരു 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 സഞ്ചാരിയപ്പൻ. റാക്കിബ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ പോയതിനെ പോലെയാണ്. ഞാൻ എന്താണ്, അതിന്റെ മരത്തിന്റെ തണലിൽ അല്പം ഒന്ന് വിശ്രമിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ വേറെ ഹദീസ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകും. അപ്പൊ അതേപോലെ ആണെങ്കിൽ വേറൊരു ഹദീസാണ്, കുൻ ഫിദ്ദുനിയക അന്നക ഗരീബ്, നീ ഒരു പരദേശിയെ പോലെയോ അല്ലെങ്കിൽ അപരിചിതനെ പോലെയോ ആവുക. ഔ ആബിർ സബീലിൻ, അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെയോ, വഴി കടന്നു പോകുന്നവനാണ്. ഖാല തആല ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. ഫാലിഖ് എന്താ? പിളർത്തുന്നവൻ. ഇതിലെന്ത് വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൂന്നും പഠിച്ചിട്ടുണ്ട്. ഫാലിഖുൽ ഹബ്ബ വന്നവ. ഫാലിഖുൽ ഹബ്ബി വന്നവാ അന്നാമിൽ പഠിച്ചല്ലേ. ഉം. അപ്പൊ ഫാലിഖ് പോലെയുള്ള വാക്ക് വേറെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഫലക്ക ഖുൽ റബ്ബിൽ ഫലഖുൻ, ഫലക്ക്. ഫലക്ക് പ്രഭാതം. ഫാലിഖ് കൊട്ടി വിടർത്തുന്നവൻ. ഹബ്ബ് ധാന്യങ്ങൾ. ഇവിടെ ബഹുവചനമാണ്, കാരണം തായില്ല. ഉം. അപ്പൊ അത്. ധാന്യങ്ങളെ പിളർത്തുന്നവനാണല്ലോ. വന്നവ കുരുക്കളെയും. തഅമ്മൽ മായില് ഇഷ്തറ യഷ്തരി, ഇഷ്തരി. അപ്പൊ അതുകൂടെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇതാണ് അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെയും ദുറൂസുൽ ലുഗത്തിൽ അറബിയൊക്കെ എന്ന് പറഞ്ഞാലും ഉള്ള വ്യത്യാസം. ഇതിനേക്കാളും ഓർഗനൈസ്ഡ് ആണ് അണ്ടർസ്റ്റാൻഡ് ഖുറാൻ. ഇഷ്തറ ഇഷ്തരി, അപ്പൊ ദുർബലാക്ഷം വരുന്നതാണ്. കൽപ്പനക്രിയ വരുമ്പോൾ ഇഷ്തരി എന്ന് പറയും. ഇഷ്തറ ഇഷ്തരി, ഇഷ്തരി. ബികം ഇഷ്തറൈത, അപ്പോ താ ചേരുമ്പോൾ എന്തായി അവിടെ? ഇഷ്തറ എന്നതിന്റെ അവസാനം സർവനാമത്തിന്റെ ഭാഗം ചേരുമല്ലോ. ഇഷ്തറ, ഇഷ്തറ, ഇഷ്തറൗ, ഇഷ്തറൈത, ഇഷ്തറൈതും, ഇഷ്തറൈതു, ഇഷ്തറൈന. ഇഷ്തറൈത, ഇഷ്തറൈതും, ഇഷ്തറൈതു, ഇഷ്തറൈന, അവിടെയൊക്കെ എന്ത് ചെയ്യും? യാഇന് സുക്കൂനാവും. ഇഷ്തറ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുന്നത്? അലിഫല്ലേ? അലിഫല്ല, യാഇന്റെ ഷേപ്പിലാണെങ്കിലും അലിഫ. പക്ഷെ ഇഷ്തറ ഇഷ്തറവ് കഴിഞ്ഞിട്ട് ഇഷ്തറൈത, ഇഷ്തറൈതും, ഇഷ്തറൈതു, ഇഷ്തറൈന, അവിടെയൊക്കെ എന്താവും? യാഇന് സുക്കൂനാവും എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തത്. ബികം ഇഷ്തറൈത ഹാദിഹി സഅത, നീ എത്രയ്ക്കാണ് ഈ വാച്ച് വാങ്ങിയത്? മാദാ തുരീദു അൻ തഷ്തരിയ. അപ്പൊ ഇഷ്തറ യഷ്തരി എന്ന് പറയുന്നിടത്ത് യാഇന് അടയാളം ഇല്ലെങ്കിലും നസ്ബ് വരുന്ന സമയത്ത് യാഇന് അടയാളം വരും. മാദാ തുരീദു അൻ തഷ്തരിയ ഫിൽ മക്തബത്തി. ഇവിടെ മക്തബത്തിന്റെ അർത്ഥം എന്താണ്? ബുക്സ്, മറ്റേ എന്താ പറയാ, ലൈബ്രറി. ലൈബ്രറിന്ന് വല്ലതും വാങ്ങാൻ പറ്റുമോ? ഇഷ്തറ അല്ല, ബുക്സ്, മറ്റേ ബുക്സ് അല്ലേ, Stall. എന്താണ് പറയാ, ബുക്ക് ഷോപ്പ്, സ്റ്റോൾ, ബുക്ക് സ്റ്റോൾ. ബുക്ക് സ്റ്റോൾ. സ്റ്റേഷനറി എന്ന് പറയാം കേട്ടോ. മക്തബത്തിന് സ്റ്റേഷനറി എന്ന് പറയാം. ബുക്ക് ഷോപ്പിനും മക്തബത്ത് തന്നെയാണ് പറയാം. സ്റ്റേഷനറിക്കും അത് തന്നെയാണ് പറയാം. മക്തബത്തിൽ മുത്തനബി ഉണ്ട് അവിടെ. മുത്തനബി എന്ന് പറയുന്ന ഒരു കവിയായിരുന്നു മുത്തനബി. മക്തബത്തിൽ മുത്തനബി. അപ്പൊ നമ്മുടെ ചില ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് പറയും, ഞങ്ങൾ മുത്തനബിയുടെ ബുക്ക് ഷോപ്പിൽ നിന്നാണ് ഈ കിതാബെല്ലാം വാങ്ങുന്നത്, അവിടെ എല്ലാ കിതാബും ഉള്ളത്.
മുത്തുനബി അല്ല അത് മുത്തനബിയാണ്. ഉം. അത് മുത്തനബി എന്ന് പറയുന്ന ഒരു കവിയായിരുന്നു. മക്തബത്തുൽ മുത്തനബിയുടെ പേരില് ബുക്ക് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാ അറബി കിതാബും കിട്ടും. ബുക്ക് ഷോപ്പിൽ എല്ലാ അറബി കിതാബും കിട്ടുമല്ലോ. ബുക്ക് ഷോപ്പ് എന്ന് പറയുന്നത് പ്രത്യേക ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ തരത്തിലുള്ള കിതാബും ഉണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കാം. മക്തബത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റേഷനറി തുരീദൻ തസ്തരിയ ഇത് മക്തബത്തി, അല്ലെങ്കിൽ ലൈബ്രറി, അല്ലെങ്കിൽ എന്താ പറയാ ബുക്ക് സ്റ്റാളും ആകാം. ലാ തസ്തരി. അപ്പൊ എന്ത് വന്നു? ഇഷ്തരി എന്ന് വന്നയിടത്ത് ഈ കൽപ്പനക്രിയ വന്നപ്പോ ഇഷ്തരി എന്ന ദുർബലാശം പോയി. അതേപോലെ തന്നെയാണ് ലാ തസ്തരി എന്ന് പറയുന്ന വിരോധക്രിയയില് ഇത് ഇഷ്തരി നമ്മൾ പട്ടിക പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒന്നുകൂടെ കൺഫേം ചെയ്യുക. ലാ തസ്തരി, നീ വാങ്ങരുത്. ഹാദൽ മുഅ്ജമ, ഈ ഡിക്ഷണറി നീ വാങ്ങരുത്. ഇഷ്തരി ദാക, അത് വാങ്ങൂ. ഫഇന്നഹു അഹ്സനു, ഈസ് ബെറ്റർ ഓർ ബെസ്റ്റ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ ഇഷ്തറ, അല്ലാഹു വിലയ്ക്ക് വാങ്ങി, മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന്, അൻഫുസഹും, അവരുടെ ശരീരങ്ങൾ. ഇവിടെ ആത്മാക്കളല്ല കേട്ടോ, അവരുടെ ശരീരങ്ങൾ അല്ലാഹു വിലയ്ക്ക് വാങ്ങി. വഅംവാലഹും, അവരുടെ സ്വത്തും, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം പകരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ സ്വത്ത് എല്ലാം നമ്മൾ അള്ളാഹ്ക്ക് വിറ്റതാണ്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ സ്വത്തുക്കളെല്ലാം അള്ളാഹ്ക്ക് വിറ്റതാണ്. നമ്മുടെ ശരീരം ആദ്യം വിറ്റു, പിന്നെ സ്വത്തും വിറ്റു. പകരം അള്ളാഹ് സ്വർഗം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അപ്പൊ ഇത് എന്താ പഠിക്കാനുള്ളത് നമുക്ക്? ഇഷ്തറ എന്ന വാക്കിന്റെ മാനി രൂപമാണ് വന്നിരിക്കുന്നത്. ഇഷ്തറ. ഓക്കെ, അവിടെ കഴിഞ്ഞു. 46-ാമത്തെ പേജും കഴിഞ്ഞു. ഇസ്തരി, ലാത്തസ്തരി, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇതില്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും വായിച്ചു പോയി. ഇതിൽ നമുക്ക് പറയാൻ, എടുത്തു പറയാൻ നമ്മൾ ഒരുപാട് സംഗതി പഠിച്ചെന്ന് പറയാനില്ല. ഇതെല്ലാം എന്താണ് പേരുകളും അതിന്റെ ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇതൊക്കെ അതിന്റെ ഘടനയിൽ പഠിക്കുന്നു മാത്രം. അതിന്റെ ടെക്നിക്കൽ പേരില് സാങ്കേതിക പദങ്ങൾ, സാങ്കേതിക നാമം വെച്ചുകൊണ്ട് പഠിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ നിർവചനങ്ങൾ, വ്യാകരണത്തിലുള്ള അതിന്റെ നിർവചനം വെച്ചുകൊണ്ടൊക്കെ പഠിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ പുതിയതായിട്ട് കുറെ പദങ്ങളും പഠിച്ചു. ഓക്കെ, ശരിയായിട്ട് ഇതെല്ലാം വായിച്ച് പഠിക്കുക. ഖുറാനിൽ വരുന്നെല്ലാം വരുന്നുണ്ടോ നോക്കുക. ഖുറാൻ ഗ്രഹിക്കുക, അറബി ഭാഷ പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കണ്ണൂർ പ്രോഗ്രാം ആരും മറന്നു പോകരുത്. നമ്മുടെ കണ്ണൂരുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ മെസ്സേജ് അയച്ചു തരും. അതേപോലെ കണ്ണൂർ വരണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി സിറ്റിംഗ് കപ്പാസിറ്റി അവിടെ ഉണ്ട്. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ. എന്താ പറഞ്ഞത്? ഈ താഴത്തിന്റെ ഓപ്പോസിറ്റ് ആവോ മൗസിയത്ത്? താഴത്തെ അനുസരണം. മൗസിയത്ത് എന്ന് പറഞ്ഞാൽ ധിക്കാരം. ഓപ്പോസിറ്റ് തന്നെയാണ് അല്ലേ? അല്ല, അനുസരിച്ചു, അസാധികരിച്ചു. അസാധികരിച്ചു. ഓക്കെ, നവാ കുരു അല്ലേ പറഞ്ഞത്? നവാ കുരുക്കള്, അന്നവാ. ഓക്കെ. അല്ലാഹ് സുബ്ഹാനഹു വ തആല എല്ലാവരും വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خيرية محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته.